വ്യാസഹൃദയത്തിൽ നിന്ന് ഉണർന്നൊഴുകാൻ കാരണമായിരിക്കുന്ന ചരിത്രങ്ങളെ കൂടി പറഞ്ഞുകൊണ്ടാണ് പുരാണങ്ങൾ കഥ ആരംഭിക്കുന്നതും കഥ അവസാനിപ്പിക്കുന്നതും. അപ്പോൾ ഒരു കൃതിയിൽ ഈ കൃതി ഇന്നയാൾ ഇന്ന രീതിയിലാണ് ലോകത്തിന് പകർന്നു കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കൃതിയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന കഥാകാരൻ കഥ പറയുന്നുണ്ടെങ്കിൽ, ഇനി അതിനപ്പുറം ആ കൃതിയുടെ കർത്താവിനെ കുറിച്ച് എന്ത് സംശയമാണ് ഉള്ളത്? ആ സംശയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? പിന്നെ ആധുനിക പഠന രീതികളൊക്കെ അനുസരിച്ച് പുരാണ രചനയുടെ സ്വഭാവത്തെ കണക്കിലെടുത്ത് മഹാഭാരതത്തിൻ്റെ ശൈലി വേറെയാണ്. പുരാണങ്ങളിൽ പല പുരാണങ്ങളുടെയും ശൈലികൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ വ്യത്യസ്ത ശൈലികളിലൂടെ കൃതികൾ രചിക്കുക എന്നൊക്കെ ചോദിക്കാൻ ആളുകൾ പണ്ഡിത ശ്രേഷ്ഠരായിരിക്കുന്ന അല്ലെങ്കിൽ പണ്ഡിതം മന്യന്മാരായിരിക്കുന്ന ആളുകൾ മുന്നോട്ട് വരുന്നു. പക്ഷേ അവർക്കൊക്കെ പറ്റുന്നൊരു അബദ്ധം, ആധുനിക സാഹിത്യ കൃതികളെപ്പോലെ പുരാണങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യങ്ങൾ എന്ന് പറഞ്ഞാൽ നോവലുകൾ, കവിതകൾ, കഥകൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, ആത്മകഥകൾ, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ഭാവനയിലൂടെ തൻ്റെ അതുവരെ പഠിച്ച വിദ്യയുടെ മഹത്വം കൊണ്ടോ ഒക്കെ എഴുതി ഉണ്ടാക്കുന്നത് പോലെ എഴുതി ഉണ്ടാക്കിയ ഒരു കൃതിയായി അല്ലെങ്കിൽ ഒരു പുസ്തകം എന്ന രൂപത്തിൽ ഏതെങ്കിലും പ്രസാധകന്മാരെ കൊണ്ട് പ്രസിദ്ധീകരിച്ചെടുത്ത പുസ്തകത്തെ പോലെ ഈ പുരാണങ്ങളെ സമീപിക്കുമ്പോഴാണ് ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ മധ്യാഹ്ന സമയത്തെ വായുപുരാണത്തിൻ്റെ പീഠിക പറഞ്ഞപ്പോൾ, വായുപുരാണം പ്രധാനമായും 4 ഭാഗങ്ങളാണ്: പ്രക്രിയാപാദം, ഉപോദ്ഘാതപാദം, ആനുഷംഗപാദം, ഉപസംഹാരപാദം. അതിനെ തന്നെ പൂർവം ഉത്തരം എന്ന് 2ആയി പിന്നെയും വിഭജിക്കുന്നുണ്ട്. 111 അധ്യായങ്ങളാണ് വായുപുരാണത്തിനുള്ളത്. ആ വായുപുരാണത്തിലെ പ്രക്രിയാപാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രമം തന്നെയാണ്. ആ വായുപുരാണത്തിൽ അന്തർലീനമായിരിക്കുന്ന അടിസ്ഥാന ദർശനം തന്നെ സർഗദർശനമാണ്. എല്ലാ കഥകളും സർഗദർശനത്തിലേക്ക് സമന്വയിപ്പിക്കുന്ന രീതിയിലാണ് വായുപുരാണം വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ വായുപുരാണം വ്യാസഹൃദയത്തിലൂടെ ഉണർന്നൊഴുകി എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സൂതൻ കഥ ആരംഭിക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ വ്യാസൻ ഈ പുരാണങ്ങളെല്ലാം 18 പുരാണങ്ങളെയും വ്യാസൻ സംഹിതാരൂപത്തിലാക്കി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വ്യാസനിലേക്ക് ഈ പുരാണം എത്തുമ്പോൾ അത് വലിയൊരു പാരമ്പര്യമാണ്. ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ആകാശത്തിൽ നിന്ന് നിപതിച്ചൊരു ജലബിന്ദു വന്നു വീണ് ജലബിന്ദുക്കൾ കൂടിച്ചേർന്ന് കൊച്ചരുവികളായി, കൊച്ചരുവികൾ നദികളായി, നദികൾ മഹാനദികളായി ഒഴുകി 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 മഹാസമുദ്രത്തിലേക്ക് ലയിച്ചു ചേരുന്നത് പോലെയുള്ളൊരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ അഷ്ടാദശ പുരാണങ്ങളുടെയും ഈ ജ്ഞാനധാര എന്ന് പറയുന്നത്. അത് ഉണർന്നൊഴുകിയത് വാമൊഴികളായിട്ടാണ്, ശ്രുതിരൂപേണയാണ്. എല്ലാ പുരാണങ്ങളും ആരംഭിക്കുന്നത് ബ്രഹ്മാവിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ബ്രഹ്മാദദൗ ശാസ്ത്രമിദം പുരാണം മാതരീശ്വനേ തസ്മാച്ചോശനസാ പ്രാപ്തം തസ്മാച്ചാപി ബൃഹസ്പതിഃ. അപ്പോൾ പുരാണം ബ്രഹ്മാവ് മാതരീശ്വന് പറഞ്ഞു കൊടുത്തു. മാതരീശ്വൻ ആരാ? വായു ഭഗവാനാണ്. അഗ്നിയുടെ സൂക്ഷ്മരൂപമാണ് മാതരീശ്വൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ബ്രഹ്മാവ് വായുവിന് പറഞ്ഞു കൊടുത്തു. വായുവിൽ നിന്ന് ഉശനസ്സിന് ലഭിച്ചു. ഉശനസ്സിന് ലഭിച്ച കഥയാണ് സൂതൻ ആദ്യം പറയുന്നത്. ബ്രഹ്മാദി ദേവന്മാരെ എല്ലാവരെയും സാന്നിധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സത്രം ഗൗതമി നദിയുടെ തീരത്ത് വെച്ച് നടക്കുകയും ആ സത്രശാലയിൽ ഗൃഹപതി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി അവിടെ ഉശനസ് മുതലായിരിക്കുന്ന ഋഷീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വായു ഭഗവാൻ നേരിട്ട്
ഈ പുരാണത്തെ പറഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരാണ കഥ ആരംഭിക്കുന്നത്. അപ്പൊ കഥ പ്രവഹിച്ച ഘട്ടങ്ങളെക്കുറിച്ചുകൂടി പുരാണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വായുവിൽ നിന്ന് ഇങ്ങനെ ഗൗതമി തീരത്ത് വെച്ച് സത്രശാലയിൽ വെച്ച് വായു ഉശനസ് മുതലായിരിക്കുന്ന ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഉശനസിൽ നിന്ന് ബൃഹസ്പതി, ദേവഗുരുവാണ് ബൃഹസ്പതി, വാക്കിൻ്റെ അധിപതിയാണ്, ആ ബൃഹസ്പതിയിലേക്ക് ഒഴുകിയെത്തി. ബൃഹസ്പതിയിൽ സവിതാവിന് പറഞ്ഞു കൊടുത്തു. സവിതാവ് യമധർമ്മരാജാവിന് പറഞ്ഞു കൊടുത്തു. യമധർമ്മരാജാവ് ഇന്ദ്രന് പറഞ്ഞു കൊടുത്തു. ഇന്ദ്രൻ വസിഷ്ഠന് പറഞ്ഞു കൊടുത്തു. വസിഷ്ഠൻ സാരസ്വതന് പറഞ്ഞു കൊടുത്തു. സാരസ്വതൻ ത്രിധാമാവിന് പറഞ്ഞു കൊടുത്തു. ത്രിധാമാവ് ശരദ്വാന് പറഞ്ഞു കൊടുത്തു. ശരദ്വാൻ ത്രിവിഷ്ടന് പറഞ്ഞു കൊടുത്തു. ത്രിവിഷ്ടൻ അന്തരീക്ഷന് പറഞ്ഞു കൊടുത്തു. അന്തരീക്ഷൻ വർഷയ്ക്ക് പറഞ്ഞു കൊടുത്തു. വർഷി ത്രയ്യാരുണന് പറഞ്ഞു കൊടുത്തു. ത്രയ്യാരുണൻ ധനഞ്ജയന് പറഞ്ഞു കൊടുത്തു. ധനഞ്ജയനിൽ നിന്ന് കൃതഞ്ജയനിലേക്ക് പുരാണം ഒഴുകി. അങ്ങനെ കൃതഞ്ജയനിൽ നിന്ന് തൃണഞ്ജയനും, തൃണഞ്ജയനിൽ നിന്ന് ഭരദ്വാജനും, ഭരദ്വാജനിൽ നിന്ന് ഗൗതമനും, ഗൗതമനിൽ നിന്ന് പരമ്പരയായി പകർന്നതായ ഈ പുരാണം നിര്യന്തരൻ എന്ന് പേരുള്ളതായ ഋഷീശ്വരനിലേക്ക് എത്തി. ഈ നിര്യന്തരനിൽ നിന്ന് വാജശ്രവൻ, വാജശ്രവനിൽ നിന്ന് സോമശുഷ്മൻ, സോമശുഷ്മനിൽ നിന്ന് തൃണബിന്ദു, തൃണബിന്ദുവിൽ നിന്ന് ദക്ഷൻ, ദക്ഷനിൽ നിന്ന് ശക്തി, ശക്തിയിൽ നിന്ന് പരാശരൻ, പരാശരനിൽ നിന്ന് സാക്ഷാൽ ജാദുകർണൻ, ജാദുകർണനിൽ നിന്ന് വേദവ്യാസൻ. പരാശരൻ നേരിട്ട് വേദവ്യാസൻ പുരാണം പഠിച്ചത് കൂടാതെ ജാദുകർണ മുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ലോകഹിതത്തിനായി ധർമ്മങ്ങളെ ഗുരുവായി ജാദുകർണനെ വരിച്ചുകൊണ്ട് വ്യാസൻ സ്വീകരിച്ചു എന്നും വായുപുരാണം വ്യക്തമായി പറഞ്ഞു തരുന്നു. അപ്പൊ പുരാണത്തിൻ്റെ ഒരു പ്രവാഹധാര നോക്കണം. അപ്പൊ ഈ പുരാണ കഥകൾ പ്രവഹിച്ച് വ്യാസനിലേക്ക് എത്തുന്നതിന് മുമ്പേ വ്യാസൻ അഷ്ടാദശ പുരാണ സംഹിതകളായി പുരാണങ്ങളൊക്കെ ശിഷ്യർക്ക് പാഠ്യപദ്ധതികളായി ഉപദേശിച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ, എത്രയോ കാലം മുമ്പേ വേദങ്ങളിലൂടെ ഉണർന്നൊഴുകിയതായ അറിവാണ് പുരാണം. പക്ഷേ ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇതിനൊരു സംഹിതാരൂപം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. സംഹിതാരൂപം എന്ന് പറഞ്ഞാൽ പരസന്നികർഷ സംഹിത എന്നാണ് സംഹിത എന്ന പദത്തിൻ്റെ അർത്ഥം. ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ ഏകാർത്ഥബോധത്തെ തോന്നുന്നതെന്ത്? ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് അർത്ഥമുള്ള പദങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ മറ്റൊരു സവിശേഷമായ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന രീതിയിൽ കൂടിച്ചേർന്നിരിക്കുന്ന ആ സമാഹൃത വൈജ്ഞാനിക രൂപങ്ങളെയാണ് സംഹിതകൾ എന്ന് വിളിക്കുക. അപ്പം ഇത്തരത്തിലുള്ളതായ ഈ സംഹിതകളായി ഇതിനെ രൂപപ്പെടുത്തിയത് വേദവ്യാസനാണ് എന്ന് വായുപുരാണം വ്യക്തമായി പറഞ്ഞു തരുന്നു. ഇനി വായുപുരാണം വ്യാസൻ ആര് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. പിതൃണാം മാനസീ കന്യ വാസവീ സമപദ്യത അപഖ്യാതാ ച പിതൃഭി മത്സ്യയോനൗ ബഭൂവസ. പിതൃക്കളുടെ പുത്രിയായിരിക്കുന്ന മാനസി എന്ന് പേരുള്ള കന്യക, അവൾ ഭൂമിയിൽ ശാപം കൊണ്ട് മത്സ്യരൂപത്തിൽ ജനിക്കുകയുണ്ടായി. പിന്നീട് ആ മത്സ്യയോനിയിൽ ജനിച്ചതായ മാനസി, അവളിലാണ് വ്യാസന്റെ അവതാരം എന്ന് പറയുന്നു. അപ്പം മാനസി ആരാണ്? സത്യവതിയാണ്, വ്യാസന്റെ അമ്മയായ സത്യവതി. മത്സ്യയോനിയിൽ നിന്നാണ് ഈ സത്യവതി ജനിക്കുന്നത് എന്ന് മഹാഭാരതാദി ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വർണ്ണിക്കുന്നുമുണ്ട്. വ്യാസൻ യഥാർത്ഥത്തിൽ ആരാണ്? തസ്മൈ ഭഗവതേ കൃത്വാ നമോ വ്യാസായ വേധസേ പുരുഷായ പുരാണായ ഭൃഗുവാക്യപ്രവർത്തിനേ മാനുഷച്ഛത്മരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് വേദവ്യാസൻ എന്ന് വായുപുരാണം വ്യക്തമാക്കുന്നു. ജാതമാത്രം ചയം വേദ ഉപതസ്ഥേ സസംഗ്രഹ ധർമ്മമേവ പുരസ്കൃത്യ ജാതു കർണാദവാപതം. ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനപൂർണനായിരുന്നു വേദവ്യാസൻ.
എന്നാലും ലോകധർമ്മത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഗുരുവായി ജാതൂകർണ മുനിയെ വരിച്ചു എന്നാണ്. ആ ജാതൂകർണ മുനിയിൽ നിന്ന് വേദം അഭ്യസിച്ചു എന്നും ആ വേദസാരങ്ങളെ ഈ പുരാണ കഥകളായി ആ കഥകളിലൂടെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ സംഹിതാരൂപത്തിലാക്കി. അപ്പൊ അതിനു മുമ്പ് വരെ പുരാണ കഥകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുന്ന തീർത്ഥ സംഗമ സ്ഥാനങ്ങളിൽ അതിലെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഏതെങ്കിലും പ്രത്യേകമായ ചോദ്യത്തിൻ്റെ ഉത്തരമായി പറഞ്ഞിരുന്നതാണെങ്കിൽ വ്യാസൻ അത് സംഹിതകളാക്കിയപ്പോൾ സർഗം, വിസർഗം, മന്വന്തരം, വംശാനുചരിതം, ഈശാനുചരിതം എന്നിങ്ങനെ 5 ലക്ഷണങ്ങളോടുകൂടിയ ഒരു ക്രമം ഈ കഥകൾക്കൊക്കെ വരുത്തി. അങ്ങനെ വ്യാസനിലൂടെ ഉണർന്നൊഴുകിയതാണ് ഈ പുരാണങ്ങളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം ഈ പുരാണങ്ങളെയെല്ലാം ഉൾക്കൊള്ളാനായി പരിശ്രമിക്കാൻ. അപ്പൊ വ്യാസൻ പുരാണ സംഹിതകളെ രചിച്ചു. എന്തിനാണ് വ്യാസൻ പുരാണ സംഹിതകളെ രചിച്ചത് എന്ന് കൂടി പറയുന്നു. മതിമന്ധാനമാവിദ്യ യേനാസൗ ശ്രുതിസാഗരാൻ പ്രകാശം ജനിതോ ലോകേ മഹാഭാരത ചന്ദ്രമാ. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ തത്വങ്ങളെ മുഴുവൻ ആദ്യമേ തന്നെ വ്യാസൻ ചെയ്തത് ലോകത്തിന് അത് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ഇതിഹാസമാക്കി. പുരാണങ്ങൾ അതിനു മുമ്പേ ഉണ്ടായിയെങ്കിലും വ്യാസൻ തൻ്റെ തന്നെ കഥയിലൂടെ തൻ്റെ കാലഘട്ടത്തിലെ ചരിത്രങ്ങളിലൂടെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെയും ഇനി വരും തലമുറകളെയും ധർമ്മമാർഗത്തിലേക്ക് താല്പര്യമുണർത്തുന്ന വിധത്തിൽ ആ കഥകളെ മുഴുവൻ സമർപ്പിച്ചു ലോകത്തിനായിക്കൊണ്ട്. അതാണ് ഇതിഹാസമാകുന്ന മഹാഭാരതം. അങ്ങനെയുള്ള ആ വേദവ്യാസൻ ഇതിഹാസത്തിലൂടെയും പുരാണത്തിലൂടെയും ലക്ഷ്യമാക്കുന്നത് ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത് എന്നാണ്. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദത്തെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, വേദസാരത്തെ തന്നെയാണ്. അടിസ്ഥാനപരമായിരിക്കുന്ന അഷ്ടാദശ പുരാണങ്ങളുടെ ലക്ഷ്യവും അത് വ്യാസനിലൂടെ ഉണർന്നൊഴുകാനുണ്ടായ കാരണവും വ്യാസന്റെ ജനനത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ച് ആ പുരാണത്തിൻ്റെ തലമുറകളിലൂടെയുള്ളതായ ആ പ്രവാഹ ബിന്ദുക്കളെ വേണ്ടതുപോലെ അടയാളപ്പെടുത്തിക്കൊണ്ട് വായുപുരാണം ആരംഭിച്ച് 14 അധ്യായങ്ങളിലൂടെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ പുരാണങ്ങളും കഥകളല്ല, പക്ഷേ വാമൊഴികളായി പ്രചരിക്കപ്പെട്ട പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സംവാദങ്ങളാണ്. ആരെങ്കിലും ചോദിച്ചതിന് ഗുരുതുല്യരായിരിക്കുന്ന ആരെങ്കിലും ഉത്തരം പറഞ്ഞ രീതിയിലാണ് പുരാണ കഥകൾ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭാഷണങ്ങളാണ്. സംഭാഷണ രൂപേണ പകരപ്പെട്ട ആശയവിനിമയം ചെയ്യുന്ന പുരാണങ്ങൾ. ആ പുരാണത്തിൻ്റെ കഥന ശൈലിയെക്കുറിച്ച് നമുക്കൊരു അവബോധമുണ്ടാവണം. അപ്പോൾ ആ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ നമുക്ക് വേണ്ടതുപോലെ എങ്ങനെയാണ് മനനം ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാവുക എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വായുപുരാണത്തിൽ ആദ്യത്തെ 6 അധ്യായങ്ങളെ കൊണ്ട് ഈ പറഞ്ഞതായ പുരാണ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. പുരാണത്തിൽ അന്തർലീനമായിരിക്കുന്ന കഥകൾ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ പാരായണം ചെയ്യുന്ന അധ്യായങ്ങളിലെ കഥകളെയൊക്കെ വ്യക്തമായി എന്നാൽ ചുരുക്കി വിശദീകരിക്കുകയാണ് അനുക്രമണികയിലൂടെ വേദവ്യാസൻ ചെയ്യുന്നത്. സൂതൻ അത് വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. ഈ അനുക്രമണിക കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പുരാണത്തിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ സർഗം എന്ന ലക്ഷണത്തോടു കൂടിയ തത്വങ്ങൾക്കാണ് വായുപുരാണം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സൂതൻ്റെ ആവിർഭാവ കഥ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുരാണകർത്താവായ വേദവ്യാസന്റെ കഥ മാത്രമല്ല, പുരാണങ്ങൾ ഉണർന്നൊഴുകിയതായ പരമ്പരയെക്കുറിച്ചുള്ള സൂചന മാത്രമല്ല,
ആ പുരാണ കഥകളെല്ലാം പറയുന്നവരായിരിക്കുന്ന സൂതൻ്റെ ജനനത്തെക്കുറിച്ചും സൂതൻ കഥകൾ പറയാൻ നിയുക്തനായത് ഏത് കാലഘട്ടത്തിലാണ് എന്നതും സൂചിപ്പിക്കുകയാണ് വായുപുരാണം. അത് പറയുന്നത് പൃഥുവിൻ്റെ കാലഘട്ടമാണ്. പൃഥു ചക്രവർത്തി സ്വയംഭൂമനുവിൻ്റെ വംശപരമ്പരയിലൂടെ കഥ ആരംഭിക്കുന്നു. ബ്രഹ്മാവ് സ്വന്തം ശരീരത്തെ തന്നെ രണ്ടായി പകുത്തു. ആ രണ്ടായി പകുത്തപ്പോൾ ഒരു ഭാഗം സ്ത്രീയായി, ഒരു ഭാഗം പുരുഷനായി. സ്വയംഭൂമനുവും ശതരൂപയും. സ്വയംഭൂമനുവിലും ശതരൂപയിലും ദേവകൂതി, ആകൂതി, പ്രസൂതി എന്നിങ്ങനെ 3 പെൺകുട്ടികളുണ്ടായി. ഉത്താനപാദൻ, പ്രിയവ്രതൻ എന്ന 2 ആൺകുട്ടികളും ഉണ്ടായി. അതിൽ ദേവകൂതിയുടെ വംശത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ കപിലമുനിയായി അവതരിച്ചു. സാഖ്യം എന്ന് പറയുന്ന യുക്തിചിന്തയെ യോഗശാസ്ത്രവുമായി ചേർത്ത് സകല പുരാണങ്ങളുടെയും അടിസ്ഥാനമായിരിക്കുന്ന സർഗദർശനത്തെ വ്യക്തമാക്കാവുന്ന ആ ദർശനമായി, യോഗ പദ്ധതിയായി ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗത്തെ എല്ലാറ്റിനെയും സമന്വയിപ്പിച്ചു കപില മഹർഷി. ആകൂതിയുടെ വംശപരമ്പരയാണ് രുചി പ്രജാപതിയുടെ വംശപരമ്പരയായി പരിണമിച്ചത്. ആ വംശപരമ്പരയിലാണ് സാക്ഷാൽ അനസൂയയുടെയും അത്രിയുടെയും മക്കളായി മഹാവിഷ്ണു ദത്താത്രേയ മഹർഷിയായും ശ്രീ പരമേശ്വരൻ ദുർവാസാവായും ബ്രഹ്മാവ് സോമനായും അവതരിച്ചത്. പ്രസൂതിയുടെ വംശപരമ്പരയാണ് ദക്ഷന്റെ വംശപരമ്പര. അതിൽ ദക്ഷന് പ്രസൂതിയിൽ സാക്ഷാൽ ഭഗവതി തന്നെ പുത്രിയായി ജനിച്ചു, സതീദേവിയായിട്ട്. പക്ഷെ ആ ഭഗവതിയുടെ അവതാരം, തൻ്റെ പുത്രീഭാവത്തിൽ ഭഗവതി തന്നെയാണ് വന്നത് എന്നുള്ള ആ ഭക്തി ഉണരാനുള്ള യോഗം ദക്ഷനുണ്ടായില്ല. പിന്നീട് ദക്ഷന്റെ പുത്രിമാരുടെ വംശപരമ്പരയാണ് ഇന്ന് നാം കാണുന്നതായ അണ്ടജ, ഉദ്ഭിജ, സ്വേദജ, ജരായുജങ്ങളായ സൃഷ്ടിജാലങ്ങളായി പരിണമിച്ചത് എന്ന് പുരാണങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്നവ, പ്രസവിച്ചുണ്ടാകുന്നവ, ഒന്നിൽ നിന്ന് മറ്റൊന്നായി വിഭജിച്ചുണ്ടാകുന്നവ, ജീർണതയിൽ നിന്ന് ഉണ്ടാകുന്നവ, ഇത്തരത്തിലുള്ളതായ സകല സൃഷ്ടിജാലങ്ങളുടെയും അടിസ്ഥാന കാരണം അത് ഈ ദക്ഷപ്രജാപതിയുടെ സന്തതി പരമ്പരകളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സർഗ വിസ്താരം എന്ന് പറയുന്ന കഥാഭാഗങ്ങൾ അതിനി വരാൻ പോകുന്ന ഭാഗങ്ങളാണ്. സ്വയംഭൂമനുവിൻ്റെയും ശതരൂപയുടെയും ഈ 3 പെൺകുട്ടികളുടെ കഥകൾ വംശവിസ്താരം അഥവാ വിസർഗം എന്ന ലക്ഷണത്തോടു കൂടിയതാണെങ്കിൽ ആ വിസർഗത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് പ്രധാനപ്പെട്ട പരമ്പരകളെ വർണ്ണിക്കുന്നതാണ് പ്രിയവ്രതൻ്റെയും ഉത്താനപാദൻ്റെയും കഥ. അപ്പൊ സർഗത്തിൻ്റെ തന്നെ ആ ആദി കാലഘട്ടത്തെ വർണ്ണിക്കുന്നത് ഈ ആദി രാജാക്കന്മാരുടെ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപന്മാരായിരുന്ന രാജാക്കന്മാരുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ രാജാവ് എന്ന് പറയുമ്പോൾ ഒരു ദേശത്തിൻ്റെ അധിപതിയായിട്ടാണ് സങ്കല്പിക്കുക. പക്ഷെ പ്രിയവ്രതൻ, ഉത്താനപാദൻ മുതലായിരിക്കുന്ന ആ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ അധിപതികളായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള പ്രിയവ്രതന്റെ വംശപരമ്പരയാണ് പ്രിയവ്രതൻ, ആഗ്നിധ്രൻ, നാഭി, ഋഷഭദേവൻ, ഭരതൻ മുതലായിരിക്കുന്ന ചക്രവർത്തിമാരുടെ വംശപരമ്പരയായി പരിണമിക്കുന്നത്. അത് പുരാതന രാജർഷിമാരുടെ കഥയാണ്. ഇനി ഉത്താനപാദന്റെ വംശപരമ്പരയിൽ ഉത്താനപാദന്റെ പുത്രനായിരിക്കുന്ന ധ്രുവൻ, ധ്രുവന്റെ പുത്രനായിരിക്കുന്ന ഉൽക്കലൻ, വത്സരൻ എന്നിവരിൽ വത്സരൻ. ഈ വത്സരന്റെ കാലഘട്ടത്തിലാണ് കാലത്തെ സംവത്സരം എന്ന രീതിയിൽ വിശേഷിപ്പിച്ച ഒരു ഗണന ആരംഭിച്ചിരിക്കുന്നത്. അതൊന്നും ഇവിടെ ആധുനിക ശാസ്ത്രകാരന്മാരോ ചരിത്രകാരന്മാരോ പഠന വിഷയമാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങൾ, നമ്മുടെ ഭൂമിയിലുണ്ടായ ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ, ജ്ഞാനത്തിൽ മാത്രം നിഷ്ഠരായി ജീവിച്ച ഋഷീശ്വരന്മാരുടെ ആപ്തവാക്യങ്ങൾ, ഇതിലൊക്കെ അന്തർലീനമായിരിക്കുന്ന വസ്തുതകളെ കണ്ടെത്താൻ സമയം കണ്ടെത്താതെ, സമയം ചെലവഴിക്കാതെ വൈദേശികമായ അഭിപ്രായങ്ങളെ സ്വാംശീകരിച്ചു എന്നുള്ളതാണ് ഈ പുരാണങ്ങളും ആധ്യാത്മിക കൃതികളുമൊന്നും വേണ്ടതുപോലെ വെളിച്ചപ്പെടാൻ ഉള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടത്. എന്തായാലും ഈ വത്സരൻ
പിന്നെ അതിനുശേഷം അവരുടെ ആ വംശപരമ്പര തുടർന്ന് അംഗരാജാവിൻ്റെ പുത്രനായി ജനിച്ച വേനൻ ഒരു ദുഷ്ടനായിരിക്കുന്ന ഭരണാധികാരിയാണ്. ആ വേനൻ്റെ കഥ ഈ വായുപുരാണത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതേപോലെ വേനൻ്റെ പുത്രനായിരിക്കുന്ന പൃഥു, ആ പൃഥു ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ വേനൻ ഒരു ദുഷ്ടനും വേണ്ടതുപോലെ പ്രജകളെ പരിരക്ഷിക്കാൻ താല്പര്യമില്ലാത്ത സ്വാർത്ഥബുദ്ധിയായിരിക്കുന്ന ഒരു ഭരണാധികാരിയുമായിരുന്നു. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. ഞാനാണ് ഈശ്വരൻ എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു. നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ എന്നെ ആരാധിക്കണം, ഞാനല്ലേ നിങ്ങളെ രക്ഷിക്കുന്ന രാജാവ്. അതല്ലാതെ കണ്ട് അദൃശ്യരൂപത്തിലുള്ള ഏതെങ്കിലും ഈശ്വരന്മാരെ ആരാധിക്കുന്നത് ഒരു വിഡ്ഢിത്തമല്ലേ, അത്തരം യുക്തിരഹിതമായ കാര്യങ്ങളൊന്നും ഈ നാട്ടിൽ പാടില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ ഭജനങ്ങളും നാമജപാദികളും ക്ഷേത്ര സംസ്കാരവുമൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു ഭരണാധികാരിയായിരുന്നു വേനൻ. അപ്പൊ ഭക്തി എന്നതായ ഭാവത്തെ തുടച്ചു നീക്കാൻ വേണ്ടി പരിശ്രമിച്ച ആ വേനനാകട്ടെ ഋഷീശ്വരന്മാരുടെ കോപത്താൽ ദേഹം വെടിഞ്ഞു. ആ വേനന്റെ ശരീരം കടഞ്ഞ് അതിൽ നിന്ന് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ പൃഥുചക്രവർത്തിയായി ആവിർഭവിച്ചു. പൃഥുചക്രവർത്തി നോക്കിയപ്പോൾ രാജ്യത്ത് മുഴുവൻ ദാരിദ്ര്യമാണ്, വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നില്ല, കടുത്ത വേനൽ, ഇങ്ങനെ ജനങ്ങളെല്ലാം ജീവിക്കാൻ കഴിയാതെ ഹതാശരായിരിക്കുന്ന കാഴ്ചയാണ് പൃഥുചക്രവർത്തി കാണുന്നത്. ശാസിതാവായ അദ്ദേഹം ലക്ഷ്മ്യംശമായ അർച്ചിസ് രാജ്ഞിയോടൊപ്പമാണ് അവതരിക്കുന്നത് എന്നും കഥയിൽ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ അവതാരം കൈക്കൊണ്ട പൃഥുചക്രവർത്തി ഭൂമിദേവിയെ ക്രുദ്ധനായി നോക്കിക്കൊണ്ട് ആ ഭൂമിയെ തന്നെ സംഹരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഭൂമിദേവി വേഗം ഗോരൂപം ധരിച്ച് പൃഥുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങ് യജ്ഞങ്ങൾ ചെയ്യൂ, ആ യജ്ഞത്തിലൂടെ ഞാൻ ഈ ലോകത്തിന് വേണ്ടതെല്ലാം ചുരത്തിത്തരാം. മഹാപാപിയും നിരീശ്വരവാദിയുമായിരിക്കുന്ന വേനൻ എന്ന ഭരണാധികാരി സ്വാർത്ഥമോഹത്താൽ ഭൂമിയുടെ സമ്പത്തെല്ലാം സ്വന്തം സുഖഭോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു എന്നുള്ളതിനാലാണ് ഞാൻ എല്ലാറ്റിനെയും ഒളിച്ചു വെച്ചത്. അങ്ങ് വേണ്ടതുപോലെ യജ്ഞം ചെയ്താൽ ലോകത്തിന് വേണ്ടതെല്ലാം ചുരത്തിത്തരാമെന്ന് കാമധേനു സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭൂമിദേവി പറഞ്ഞപ്പോൾ പൃഥുചക്രവർത്തി മഹത്തരമായിരിക്കുന്ന ഒരു യജ്ഞം ആരംഭിച്ചു. ആ യജ്ഞത്തിൽ ഭൂമിദേവി ഗോരൂപം ധരിച്ച് സർവ്വലോകത്തിനും വേണ്ടതെല്ലാം ചുരത്തിക്കൊടുത്തു. അന്ന് പൃഥുവിൻ്റെ ഈ മഹിമാതിശയത്തെ മുഴുവനും ഋഷീശ്വരന്മാർ വർണ്ണിക്കാൻ തുടങ്ങി. ഋഷീശ്വരന്മാർ വർണ്ണിച്ചപ്പോൾ പൃഥുവിൻ്റെ മഹത്വം മാത്രമല്ല, ആ പൃഥുവിൻ്റെ വംശചരിത്രങ്ങളെ കൂടിയും പൃഥു ചെയ്ത ലോകോപകാരപ്രദമായിരിക്കുന്ന കർമ്മങ്ങളെയും ധർമ്മത്തെ സമുദ്ധരിക്കാൻ വേണ്ടി പൃഥുവിനെ പോലെ അനവധി രാജാക്കന്മാരെ ഇതിനു മുമ്പ് ഏതൊക്കെ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് എങ്ങനെയൊക്കെ സ്വയം അവരവരുടെ സുഖഭോഗങ്ങളെ പരിത്യജിച്ച് പ്രജകളെ പരിരക്ഷിച്ചു എന്നുള്ളതായ ഗാഥകളും എല്ലാം ഋഷീശ്വരന്മാർ പാടിയപ്പോൾ ആ പൃഥുയജ്ഞത്തിൽ നിന്നും ആവിർഭവിച്ചു സൂതൻ. സൂതനെ ഈ പറയുന്നതായ ധർമ്മത്തെ പ്രോജ്വലിപ്പിക്കുന്ന ഈശ്വരീയമായിരിക്കുന്ന അനുഭവങ്ങൾക്ക് കാരണമായ ഉപാസനകളെ വേണ്ടതുപോലെ പ്രചരിപ്പിക്കുന്ന പുരാണ കഥകൾ പാടുവാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു പൃഥുചക്രവർത്തി. അങ്ങനെ സൂത, മാഗധ, ബന്ദിമാർ ഇത്തരത്തിൽ പുരാണ കഥകൾ പാടി നടക്കാൻ നിയോഗിക്കപ്പെട്ടവരായി തീർന്നു. ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിൽ ജനിച്ചതോ അല്ലെങ്കിൽ ഒരു ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചതോ ആയ സന്താനങ്ങളുടെ പരമ്പരകളെയും സൂതൻ എന്ന നാമം കൊണ്ട് വിശേഷിപ്പിക്കാൻ തുടങ്ങി. അവരും ഈ കഥ പറയുക എന്ന ധർമ്മത്തെ സ്വീകരിച്ചു. കഥ പറയൽ മാത്രമല്ല, തേരോടിക്കുക, അതുപോലെ കുതിര, ആന മുതലായിരിക്കുന്ന മൃഗങ്ങളെ വേണ്ടതുപോലെ പരിപാലിക്കുക, അവയുടെയൊക്കെ ചികിത്സകൾ, ഇതൊക്കെയാണ് സൂതന്മാർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ധർമ്മം. ഇത് പൃഥുവിൻ്റെ യജ്ഞകാലഘട്ടത്തിൽ അനുഗ്രഹിച്ച് നൽകിയതാണ് എന്ന് വായുപുരാണം കഥ ആരംഭിക്കുമ്പോൾ കഥ പറയുന്ന രോമഹർഷണ സൂതൻ വിശദീകരിക്കുന്നു. രോമഹർഷണൻ കഥ പറഞ്ഞ് കേൾക്കുന്നവരുടെ
കേൾക്കുന്നവർക്ക് രോമാഞ്ചത്തെ ഉണ്ടാക്കാൻ കഴിവുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ലോമഹർഷണൻ എന്ന പേര് വ്യവഹരിക്കുന്നത്. ഈ ലോമഹർഷണ സൂതന്റെ പുത്രനാണ് ഉഗ്രശ്രവസ്. ഈ ഉഗ്രശ്രവസ് എന്ന വാക്കിൻ്റെ അർത്ഥവും ഗംഭീരമായ, ഘനഗംഭീരമായ, അർത്ഥഗംഭീരമായ വാക്കുകളാൽ കഥ പറയുന്നവൻ എന്നാണ്. അങ്ങനെയുള്ള രോമഹർഷണ സൂതനും മകനായ ഉഗ്രശ്രവസും മാറി മാറി പല പുരാണങ്ങളും പറയുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഷ്ടാദശ പുരാണ പരമ്പരയിൽ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഓരോ പുരാണങ്ങളെ പ്രത്യേകം എടുത്ത് മനനം ചെയ്യുമ്പോൾ ഈ വ്യത്യാസങ്ങളെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു സാധാരണഗതിയിൽ ഒരു പ്രഭാഷണം പറയുമ്പോൾ നമ്മൾ പൊതുവായ ഒരു സനാതന ധർമ്മത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതയുടെ ഉപാഖ്യാനം, അല്ലെങ്കിൽ ക്ഷേത്ര ആചാരമര്യാദകളെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാമൂഹികമായിരിക്കുന്ന അവസ്ഥയിൽ ഉപനിഷത്തുകളെ, വേദങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പ്രത്യേകമായി വിഷയങ്ങളെടുത്ത് സംവദിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ആവുന്നത്ര കിട്ടാവുന്ന ഓർമ്മയിൽ വരുന്ന വാക്യങ്ങളൊക്കെ ഉപയോഗിച്ച കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. പക്ഷേ അഷ്ടാദശ പുരാണ മനനം എന്ന് പറയുന്നത് ഒരു പുരാണം, ഇന്നിപ്പോൾ നമ്മൾ കാലത്ത് മുതൽ പാരായണം ചെയ്ത വായുപുരാണത്തിൻ്റെ പീഠിക ഞാൻ പറഞ്ഞു, വായിച്ചെത്തിയ 14 അധ്യായങ്ങളിലൂടെ പറഞ്ഞതായ ഈ പുരാണ പാരമ്പര്യത്തെക്കുറിച്ചും വ്യാസൻ്റെ ജനനത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്ന കഥാഭാഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ പറഞ്ഞത് ഒറ്റ കാര്യം ബോധ്യപ്പെടുത്താനാണ്. 18 പുരാണങ്ങളും വ്യാസനിലൂടെ ഉണർന്നൊഴുകിയതാണ് എന്ന പരമാർത്ഥം എല്ലാ പുരാണങ്ങളിലും ഇതിഹാസമാകുന്ന മഹാഭാരതത്തിലും വ്യക്തമാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഭാഷാശൈലിയിൽ എന്തുകൊണ്ട് വ്യത്യാസം വന്നു എന്ന് സൂചിപ്പിക്കാൻ, ആ വ്യത്യാസത്തിന് കാരണം ഈ പറയുന്ന പുരാണങ്ങൾ വ്യാസനിലൂടെ ശിഷ്യപരമ്പരകളിലേക്ക് ഉണർന്നൊഴുകിയതിന് ശേഷം എത്ര തീർത്ഥഘട്ടങ്ങളിലെ സംവാദങ്ങളായിട്ടാണ് പിന്നീട് ഗുരുകുലങ്ങളിലെ പാഠ്യപദ്ധതികളായത്. അപ്പോൾ സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ സംഭാഷണങ്ങളാണ്. ഈ സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ, അഖണ്ഡ ഭാരതത്തിലെ വ്യത്യസ്തങ്ങളായ തീർത്ഥഘട്ടങ്ങളിൽ വെച്ച് ഋഷീശ്വരന്മാർ ഒത്തുകൂടിയ സമയത്ത് ഈ സൂത പരമ്പരകൾ പലയിടങ്ങളിൽ വെച്ച് പറഞ്ഞതായ കഥകൾ അതാത് ദേശത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കൂടി ഉൾക്കൊള്ളുന്നതായ ഭാഷയായിട്ടാണ് ഉണർന്നൊഴുകിയിട്ടുള്ളത്. അത് പിന്നീട് കാലാന്തരത്തിൽ സമാഹരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കിയപ്പോൾ ആ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതായ ഭാഷയ്ക്ക് വ്യത്യസ്തമായിരിക്കുന്നതായ സ്വഭാവങ്ങൾ കൈവന്നു. അത് വ്യാസന്റെ ഭാഷ വ്യത്യസ്തമായതുകൊണ്ടല്ല, വ്യാസൻ പറഞ്ഞ പുരാണ കഥകളെ തലമുറകളിലൂടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് പിന്നീട് കണ്ടെടുത്തത് പല ദിക്കുകളിൽ നിന്നാണ്. നമുക്ക് കിട്ടിയ ഈ 18 പുരാണങ്ങളും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സർവകലാശാലയിൽ പുസ്തകരൂപങ്ങളായി കിട്ടിയ ഒന്നല്ല. ബംഗാളിലെ പണ്ഡിതന്മാരൊക്കെ കൂടി അവിടെ കിട്ടാവുന്ന മാനുസ്ക്രിപ്റ്റുകളൊക്കെ സമാഹരിച്ച് അതിൽ നിന്ന് രേഖപ്പെടുത്തി വെച്ചത്. അനവധി സർവകലാശാലകളിൽ പല ദിക്കുകളിൽ പഠനം നടത്തിയതായ ഇന്ന പുരാണത്തിൻ്റെ ഭാഗമാണ് എന്ന് അവർ മനസ്സിലാക്കി രേഖപ്പെടുത്തി വെച്ചതായ പലതും എല്ലാം കൂടി സമാഹരിച്ച് ഏതൊക്കെ പുരാണങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ് വിഭജിച്ച് അത് സംഹിതകളായി രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ സമാഹരിച്ചത് പലതും അവിടുത്തെ ഗുരുകുലങ്ങളിൽ ഈ പറഞ്ഞ മാതിരി പുരാതന കാലഘട്ടത്തിൽ സംവാദങ്ങളായി ഉണർന്നൊഴുകിയ പുരാണങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ദേശഭാഷയുടെ സ്വഭാവം ആ പുരാണത്തിലെ ശ്ലോകങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ വ്യത്യസ്തതകൾ വെച്ചുകൊണ്ട് ഇത് ഒരാൾ എഴുതിയതല്ല എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല എന്ന് ഉറപ്പിക്കാനാണ് നാം ഇവിടെ ഈ മാഹേശ്വര യജ്ഞമായി അനുഷ്ഠിക്കുന്ന വായുപുരാണത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചില സൂചനകളെ വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും നേരം വിസ്തരിച്ചത്. ഇനി നമുക്ക് വായുപുരാണം ഈ പീഠികയും കാര്യങ്ങളും കേട്ട് ഈ വൈകുന്നേരത്തെ മനന പ്രക്രിയയ്ക്ക് വളരെ പ്രധാനമായി നാം തെരഞ്ഞെടുത്തിരിക്കുന്നത് അഗ്നിപുരാണം എന്ന് പറയുന്ന പുരാണമാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില സംഗതികളുണ്ട്. പേരിൻ്റെ സ്വഭാവം, ഓരോ പുരാണത്തിൻ്റെയും പേരുകൾ ദാർശനികമായ അതിലെ തത്വങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ നിസാരം പറയുകയാണെങ്കിൽ ശിവപുരാണം എന്ന് പറഞ്ഞാൽ ശിവോപാസനയുമായി ബന്ധപ്പെട്ട കഥകളാണെന്ന് നമുക്ക് സാമാന്യമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും.
ഇനി ഭാഗവത പുരാണം എന്ന് പറയുമ്പോഴേക്കും ഭാഗവതം, ഭഗവാൻ എന്ന വാക്കുകൊണ്ട് ഗുരുവായൂരപ്പനെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ, മഹാവിഷ്ണുവിനെ നമുക്ക് ഓർമ്മ വരുന്നു. ഭാഗവതം കേട്ട് പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭാഗവതത്തിൽ ഭഗവാനെ സംബന്ധിച്ച അവതാര കഥകളും ഒക്കെയാണ്. പക്ഷേ നമ്മൾ വായുപുരാണം, അഗ്നിപുരാണം എന്നൊക്കെ കേൾക്കുമ്പോൾ അതേ രൂപത്തിൽ വായുപുരാണം എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ കഥകളാണ് എന്ന് ചിന്തിക്കരുത്. വായു ഭഗവാന്റെ കഥകളല്ല, പകരം വായു പറഞ്ഞ കഥകളാണ് വായുപുരാണം. അഗ്നിപുരാണമോ അഗ്നി പറഞ്ഞ കഥയാണ്. ഇത് സാമാന്യമായിരിക്കുന്ന നമുക്ക് പുരാണത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താനുണ്ട്. അഗ്നിപുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? അഗ്നി ഏത് തരത്തിലുള്ള ദർശനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ആ ദർശനങ്ങളുമായി അഗ്നി തത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നതായ ഒരു വർണ്ണനയാണ് നമുക്ക് അഗ്നിപുരാണത്തിൽ കാണാനായിട്ട് സാധിക്കുക. 18 പുരാണങ്ങൾ, ഇപ്പോൾ വായുപുരാണത്തിൽ കഥകൾ വളരെ കുറവേ ഉള്ളൂ എങ്കിലും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ പറയുമ്പോൾ സ്യമന്തക കഥ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ രാമായണം കഥ ചുരുക്കിയാണെങ്കിലും കഥാരൂപത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ദക്ഷയാഗം കഥയാണ് കുറച്ചുകൂടി വിസ്തരിച്ച് പറയുന്നത്. അതുകൂടാതെ സാക്ഷാൽ ശ്രീ പാർവതി പരമേശ്വരന്മാർ വിവാഹിതരായ കഥ പറയുന്നുണ്ട്. പിന്നീട് 12 തരം പുരാതന യുദ്ധങ്ങളെക്കുറിച്ച് പുരാണം പറയുന്നുണ്ട്. അത് ഏകദേശം വായുപുരാണത്തിൻ്റെ അവസാന ഭാഗം പാരായണം ചെയ്യുമ്പോഴാണ് പുരാതന യുദ്ധങ്ങൾ. നമ്മളൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കാറില്ലേ, ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തും അല്ലെങ്കിൽ മുഗളന്മാരുടെ കാലത്തുമൊക്കെ ഉണ്ടായ യുദ്ധങ്ങളെക്കുറിച്ച്, 1-ാം പാനിപ്പത്ത് യുദ്ധം, 2-ാം പാനിപ്പത്ത് യുദ്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് പോലെ പുരാണങ്ങളിലും പൗരാണിക യുദ്ധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പൗരാണിക യുദ്ധങ്ങളിൽ പ്രധാനപ്പെട്ട 12 യുദ്ധങ്ങളെക്കുറിച്ച് വായുപുരാണം നമുക്ക് സൂചന തരുന്നുണ്ട്. ഇങ്ങനെയുള്ളതായ അറിവുകളോടുകൂടിയതാണ് വായുപുരാണം. അപ്പോൾ അഗ്നിപുരാണത്തിലേക്ക് കടക്കുമ്പോൾ വായുപുരാണത്തിൽ പറഞ്ഞതായ വായു പറഞ്ഞു കൊടുക്കുന്ന കഥകളുടെ ദർശനം പല കഥകളും ചുരുക്കിയും ചിലപ്പോൾ തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തും പറയുകയാണെങ്കിൽ, അഗ്നിപുരാണത്തിൽ അത്ര പോലും കഥകളില്ല എന്നതാണ് പരമാർത്ഥം. അഗ്നിപുരാണത്തിനൊരു വിശേഷണം കൊടുത്തിരിക്കുന്നത് സർവവിജ്ഞാനകോശം എന്നാണ്. എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്നതായ ഒരു കോശം തന്നെയാണ്, ഒരു പുരാണ കോശം തന്നെയാണ് അഗ്നിപുരാണം. വായുപുരാണം 11,000-ത്തിലധികം 12,000-ത്തിൽ താഴെ ശ്ലോകങ്ങൾ ഉള്ളതാണ്. പക്ഷെ പുരാണ സംഖ്യാനിർണയത്തിൽ പറയുന്നത് വായുപുരാണത്തിന് 24,000 ശ്ലോകങ്ങളുണ്ട് എന്നാണ്. അത്രയും ശ്ലോകങ്ങൾ നമുക്ക് സമാഹരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 12,000-ത്തിൽ താഴെ ശ്ലോകങ്ങൾ ഉള്ളതും 111 അധ്യായങ്ങളും ഉള്ളതുമാണ് വായുപുരാണമെങ്കിൽ, ഇന്ന് നാം മനനം ചെയ്യുന്ന അഗ്നിപുരാണത്തിലെ ശ്ലോകസംഖ്യ 16,000-ആണ്. 383 അധ്യായങ്ങളായിട്ടാണ് അഗ്നിപുരാണം വിശദമാവുന്നത്. ഈ അഗ്നിപുരാണത്തിൽ വിഷ്ണുവിൻ്റെ പൂജ, അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ് പുരാണം ആരംഭിക്കുന്നത് തന്നെ. നേരത്തെ പറഞ്ഞു, കഥകൾ കുറവാണ്, പക്ഷെ വർണ്ണനകളുണ്ട്. കഥകളുമായി ബന്ധപ്പെട്ടതായ ചില പ്രത്യേകമായ ചില സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം മഹാവിഷ്ണുവിനെ നമിച്ചുകൊണ്ടാണ് അഗ്നിപുരാണം ആരംഭിക്കുന്നത്. അപ്പോൾ അഗ്നി എന്ന വാക്കുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദർശനത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിലേക്കാണ് ഈ പുരാണത്തിലെ ഓരോ വിഷയങ്ങളും നമ്മളെ ചേർത്ത് നിർത്തുന്നത്. എന്താണ് അഗ്നി ദർശനം? വേദം എടുത്തു കഴിഞ്ഞാൽ വേദം ആരംഭിക്കുന്നത് തന്നെ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്വിജം എന്നാണ്. അഗ്നിമീളേ പുരോഹിതം, അല്ലയോ അഗ്നി ഭഗവാനെ, അങ്ങ് ഞങ്ങൾക്ക് മുൻപേ നടന്നുകൊണ്ട് ഞങ്ങളുടെ മാർഗത്തെ വേണ്ടതുപോലെ പ്രകാശിപ്പിച്ചാലും എന്നാണ് പ്രാർത്ഥന. വേദം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അഗ്നി മനുഷ്യലോകത്തെ മുന്നോട്ട് നയിച്ച മഹത്തരമായിരിക്കുന്ന ഒരു അറിവിൻ്റെ പ്രതീകമാണ്. അഗ്നി അറിവ് തന്നെയാണ്, വെളിച്ചമാണ്, മുന്നോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് അഗ്നിയെ വേദം സൂചിപ്പിക്കുന്നത്. ആ വേദാർത്ഥബോധക
ബോധകമായിരിക്കുന്ന പദം തന്നെയാണ് അഗ്നിപുരാണം എന്ന പേരിലൂടെ വ്യാസഭഗവാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അഗ്നിപുരാണത്തിലെ വിഷയം എന്താണ്? മനുഷ്യ സമൂഹത്തെ, അവരുടെ ജീവിതത്തെ വൈജ്ഞാനികമായും അതുപോലെ തന്നെ സാമൂഹികമായും സാംസ്കാരികമായും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള ശാസ്ത്ര വിഷയങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം അഗ്നിപുരാണം വാചാലമാകുന്നു. രാമായണം ചുരുക്കി പറയുന്നുണ്ട് അഗ്നിപുരാണത്തിൽ. പക്ഷേ ഈ ചുരുക്കി പറയലാണെങ്കിലും ചില പ്രത്യേക സന്ദർഭത്തിൽ പുരാണത്തിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞു സംഭാഷണങ്ങളാണ് എന്ന്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക സംഭാഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പുരാണം മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ രാമായണത്തിൽ സാക്ഷാൽ ശ്രീരാമൻ്റെ ദുഃഖം, ആ ദുഃഖം കണ്ട് വിഷമിച്ച് ലക്ഷ്മണൻ ശ്രീരാമന് സീതാദേവിയെ വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് വാക്കുകൊടുത്തു സുഗ്രീവൻ. അങ്ങനെയുള്ളതായ വാഗ്ദത്തത്തിന്റെ ഫലമായി ശ്രീരാമൻ എന്ത് ചെയ്തു? സുഗ്രീവനെ ദ്രോഹിക്കുന്നവനായ ബാലിയെ വധിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവാക്കി. അങ്ങനെ രാജ്യഭാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ എല്ലാം മറന്ന പോലെയായി, സുഖമായി കൊട്ടാരത്തിൽ കഴിയുകയാണ്. അപ്പോൾ മഴക്കാലമാണ്. ഒരു പക്ഷേ കാരണം അതുമായിരിക്കാം. ഈ മഴക്കാലത്ത് എവിടെ പോയി അന്വേഷിക്കാനാ വാനരന്മാര്? അപ്പൊ അതുകൊണ്ട് ഒരല്പം താമസം വന്നു സീതാന്വേഷണത്തിന്. ശ്രീരാമനാണെങ്കിലോ പ്രസ്രവണഗിരിയിലെ ഗുഹയിൽ ഇരുന്നു കൊണ്ട് സീതയെ കുറിച്ചോർത്ത് ദുഃഖിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന ലക്ഷ്മണന് സഹിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണൻ നേരെ ഈ കിഷ്കിന്ധയുടെ രാജധാനിയുടെ മുറ്റത്ത് ചെന്ന് നിൽക്കുന്നു, വില്ലും കുലച്ചുകൊണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് സുഗ്രീവൻ? അപ്പൊ സുഗ്രീവൻ വേഗം ലക്ഷ്മണന്റെ ഈ കോപഭാവം കണ്ട് പേടിച്ചു വന്ന് നിന്നു, തൊഴുതു നിന്നു. അപ്പൊ സുഗ്രീവൻ പറയുകയാണ്, നച സങ്കുചിത പന്ഥ ഏന ബാലി ഹതോഗതഃ. അതൊരു സംഭാഷണമാണ്, ഒരു നാടകീയമായ രംഗം പോലെയാണ് അത് വർണ്ണിച്ചിരിക്കുന്നത്. നോക്കൂ, ബാലി പോയ വഴിയുണ്ടല്ലോ, അതിപ്പോഴും അടഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നിന്നെയും ആ വഴിക്ക് പറഞ്ഞയക്കാം എന്നാണ്. അപ്പോൾ അതൊരു താക്കീതാണ്. ഇത്തരത്തിലുള്ളതായ ചില നാടകീയ രംഗങ്ങളിലൂടെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെയും ആദ്യത്തെ 15 അധ്യായത്തിനുള്ളിൽ വർണ്ണിക്കുകയാണ് അഗ്നിപുരാണം ചെയ്യുന്നത്. എന്താണ് ഈ നാടകീയമായ രംഗങ്ങൾ അഗ്നിപുരാണത്തിൽ വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, അഗ്നിപുരാണം യഥാർത്ഥത്തിൽ ഈ 14 കലകളെയും ഉൾക്കൊള്ളുന്നതായ ഒരു പുരാണമാണ്. നാടകത്തിനായി തന്നെ ഒരു 3-4 അധ്യായങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. 28 തരം നാടകഭേദങ്ങളെക്കുറിച്ച് അഗ്നിപുരാണം വാചാലമാകുന്നുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കാണുന്ന നാടകം തന്നെ, പക്ഷേ അതിൻ്റെ വ്യത്യസ്തതകളെക്കുറിച്ച് നമുക്കിപ്പോഴും അറിയില്ല. രൂപകം, ത്രോടകം, സട്ടകം, നാട്യരാസകം, ഈഘാമൃഗം, വ്യായോഗം, ഇങ്ങനെ നാടകങ്ങൾ വ്യത്യസ്തമായ തരങ്ങളിലുണ്ട്. അത് അഗ്നിപുരാണം 3-4 അധ്യായങ്ങളെ കൊണ്ട് ആ വ്യത്യസ്തതകളും അതിൻ്റെ ആസ്വാദന രീതികളും ആ നാടകം ഏത് തരത്തിലുള്ള ഇതിവൃത്തത്തെ സ്വീകരിച്ചിട്ടാവണം എന്നതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ നാടകത്തെക്കുറിച്ച് കൃത്യമായി വർണ്ണിക്കാൻ പോകുന്ന ആ പുരാണത്തിൻ്റെ ഭാഗം എന്ന് പറയുന്ന അവസാന ഭാഗമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല കാര്യങ്ങൾ പുരാണങ്ങൾ വർണ്ണിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നത് ഇതൊക്കെ പലതും കൂട്ടിച്ചേർത്തതാവും എന്നാണ്. പക്ഷേ കൂട്ടിച്ചേർത്തതാവാൻ തരമില്ല. അത് കൃത്യമായൊരു ക്രമത്തോടുകൂടി പറയുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ചില ഉദാഹരണങ്ങൾ മതി. ആദ്യത്തെ 15 അധ്യായങ്ങളിലൂടെ മഹാവിഷ്ണുവിൻ്റെ അവതാരം ഇങ്ങനെയുള്ള ചില നാടകീയ രംഗങ്ങളിലൂടെ വർണ്ണിക്കുന്ന പുരാണം ഈ പറയുന്നതായ കലയ്ക്കും ഭാഷയ്ക്കും വ്യത്യസ്ത ദേശങ്ങളിലുള്ള സംഭാഷണങ്ങൾക്കും വാക്കിൻ്റെ അർത്ഥത്തെ വ്യക്തമാക്കിയെടുക്കേണ്ട പദ്ധതികളെക്കുറിച്ചുമൊക്കെ വാചാലമാകുന്ന ഒരു കൃതിയാണ്. അങ്ങനെയുള്ളൊരു കൃതിയിൽ തുടക്കത്തിലെ തന്നെ ആ ഭാഷയുടെ വ്യത്യസ്തതകളെയും ആസ്വാദന ശൈലികളെയും സമാദരിച്ചുകൊണ്ടാണ് ആ കഥകൾ വർണ്ണിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇനി വർണ്ണിക്കാൻ പോകുന്നതായ ആ
ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അവബോധത്തോടുകൂടി തുടക്കം മുതലേ ആ കഥയുടെ പറച്ചിലിന്റെ സ്വഭാവം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ തീർച്ചയായും തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വ്യക്തി പറഞ്ഞത് തന്നെയാണ് അല്ലേ? ആ വ്യക്തിയോ ആ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ തൻ്റെ ഗുരുവിൽ നിന്ന് കേട്ടതാണ്. ആ ഗുരുവോ വേദവ്യാസനാണ്. അപ്പോൾ ഈ 10 അധ്യായങ്ങൾ, ആദ്യത്തെ 10 അധ്യായങ്ങളിലൂടെ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞ് പിന്നീട് കാവ്യനാടകാദി ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പുണ്യപുരാണം രത്നങ്ങളെക്കുറിച്ച്, വ്യത്യസ്ത തരത്തിലുള്ളതായ രത്നങ്ങൾ, അതുപോലെ തന്നെ വാസ്തുശാസ്ത്രം, വീട് പണിയുമ്പോൾ എവിടെ പണിയണം, എങ്ങനെ പണിയണം, രാജകൊട്ടാരങ്ങൾ എങ്ങനെയായിരിക്കണം, ക്ഷേത്രങ്ങൾ എങ്ങനെയായിരിക്കണം, കിണർ എവിടെ കുഴിക്കണം എന്നതിനെക്കുറിച്ച്, ഒരു മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യം വേണ്ടതായ വാസയോഗ്യമായ സ്ഥാനങ്ങൾ കണ്ടെത്തി അവിടെ സ്വസ്ഥതയോടുകൂടി വാഴാൻ വേണ്ടതായ പരിജ്ഞാനം, പരിസ്ഥിതി വിജ്ഞാനം, അത് നമുക്ക് പകർന്നു തരുന്നുണ്ട് അഗ്നിപുരാണം. പിന്നീട് ഈ അഗ്നിപുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത, ഞാൻ പൊതുവായ ചില പ്രത്യേകതകൾ പറഞ്ഞിട്ട് നമുക്ക് അഗ്നിപുരാണത്തിലെ ആ അവതാരങ്ങളിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെ കൂടി സൂചിപ്പിക്കാം. ദാർശനികത എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. അപ്പോൾ അഗ്നിപുരാണത്തിൽ പിന്നീട് വളരെ വ്യക്തമായി പറയുന്നത് പദാർത്ഥബോധം എങ്ങനെ നമുക്ക് ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ചാണ്. ഒരു വാക്ക്, ആ വാക്കിൽ ഇന്ന വാക്ക് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഇന്ന അർത്ഥം നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കണം എന്നതിൻ്റെ ന്യായം എന്താണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പാത്രം എന്ന് നമ്മൾ മലയാളത്തിലും പറയാറുണ്ട്. മലയാളത്തിലും കൂടി ഉപയോഗിക്കുന്ന ഒരു പദമാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് ശിവപുരാണത്തിലും വരുന്നൊരു കാര്യമാണ്. പാത്രം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താ പാത്രം എന്ന് പറഞ്ഞ അർത്ഥം? എന്താ പാത്രം? അടുക്കളയിലൊക്കെ പാത്രങ്ങളില്ലേ? അതുകൂടാതെ വേദിയിൽ പാത്രങ്ങളുണ്ട്, കഥാപാത്രങ്ങൾ. സിനിമയിൽ കഥാപാത്രങ്ങളുണ്ട്, നോവലുകളിൽ, കാവ്യങ്ങളിൽ കഥാപാത്രങ്ങളുണ്ട് അല്ലേ? എന്താ ഈ പാത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം? അപ്പൊ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ശിവപുരാണം വ്യാഖ്യാനിക്കുന്നു, വായുപുരാണം വ്യാഖ്യാനിക്കുന്നു, അഗ്നിപുരാണം വ്യാഖ്യാനിക്കുന്നു. അതിൽ വായുപുരാണമാണ് ഇത്തരത്തിലുള്ളതായ കുറച്ചുകൂടി വ്യാഖ്യാനങ്ങൾ കൂടുതൽ പറയുന്നത് ചില പദങ്ങളുടെ. ശിവപുരാണത്തിൽ തുടക്കത്തിൽ തന്നെ പാത്രം എന്ന പദത്തെ വ്യാഖ്യാനിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം കൂടി ചേർത്ത് വെച്ചിട്ട് വേണം അഗ്നിപുരാണത്തിൽ ഈ വ്യാകരണ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ സവിശേഷമായ ചില ചിന്തകളിലേക്ക് നമുക്ക് കടക്കാൻ. പാത്രം എന്ന് പറഞ്ഞ പതനാത്രായതേ ഇതി പാത്രം എന്ന്. പതനാത് ത്രായതേ, പതനം എന്ന് പറഞ്ഞ വീഴ്ച, വീഴാതെ സംരക്ഷിക്കുന്നത് എന്തോ അതാണ് പാത്രം അല്ലേ? ഏതെങ്കിലും ഒരു വസ്തു നിലത്ത് വീഴാതെ സംരക്ഷിക്കുന്നതെന്തോ അതിനെ പാത്രം എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ ഒരു വസ്തു നിലത്ത് വീഴാതെ സംരക്ഷിക്കുന്നത് ഭൗതികമായ പാത്ര വിശേഷമാണെങ്കിൽ, ഒരാശയം അത് ചിതറിപ്പോവാതെ അല്ലേ സംരക്ഷിക്കുന്നത് എന്താണ്? അതാണ് കഥയിലെ പാത്രങ്ങൾ അല്ലേ, നാടകത്തിലെ പാത്രങ്ങൾ, കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരാശയത്തെ, ഒരു ദർശനത്തെ അത് ചിതറിപ്പോകാതെ ഒതുക്കി അതിനെ സംരക്ഷിച്ച് വെക്കുന്ന ഇടങ്ങളെ പൊതുവെ പാത്രങ്ങൾ എന്ന് പറയുന്നു. ശിവപുരാണത്തിൽ ഈ പാത്രശബ്ദത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം, നമ്മളൊക്കെ പാത്രങ്ങളാവണം. എങ്ങനെ? ഈശ്വരീയമായിരിക്കുന്ന സാക്ഷാത്കാരത്തെ ഉൾക്കൊള്ളത്തക്ക വിധത്തിലുള്ള പാത്രങ്ങളായി തീരണം. ആ പാത്രങ്ങളായി തീരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പാത്രത്തിന് നമ്മൾ ഉൾക്കൊള്ളുന്ന യാതൊന്നാണോ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ആ ഉൾക്കൊള്ളേണ്ടത് എന്ത് എന്ന് മനസ്സിലാക്കി അതിന് യോജിച്ച് രൂപകൽപ്പന ചെയ്തതായിരിക്കണം പാത്രങ്ങൾ അല്ലേ? വെള്ളമെടുക്കാൻ നമ്മൾ പൊതുവെ പരന്ന പാത്രം ഉപയോഗിക്കാറില്ല. കുട്ടിക്കാലത്തൊരു കഥ കേട്ടിട്ടില്ലേ? കൊക്കും കുറുക്കനും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ വീടുകളിലേക്ക് അതിഥികളായി ക്ഷണിച്ചു. രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണെന്നാണ് നാട്യം. കൊക്കും കുറുക്കനും മനസ്സിലായില്ലേ? പക്ഷേ ഇവർക്ക് സത്യത്തിൽ ഉള്ളിൽ ഭയങ്കര ശത്രുതയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പാര വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരാണ് ഇവര്. അപ്പോ കൊക്ക് കുറുക്കനെ വിളിച്ചു തൻ്റെ വീട്ടിലേക്ക്. കുറുക്കൻ കൊക്കിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ
ഈ കൂർക്കന് കൊക്ക് കൊടുത്തത് നല്ല പൈനാപ്പിള് ആപ്പിളിൻ്റെയൊക്കെ ജ്യൂസാണ്. പക്ഷെ കൊടുത്തത് നല്ല കഴുത്തിങ്ങനെ ഇറുകിയിട്ടുള്ള കൂജാവിലാണ്. കുറുക്കൻ അതിൽ കുടിക്കാൻ പറ്റുമോ? അപ്പൊ കുറുക്കൻ കൊക്കിനെയും വിളിച്ചു തൻ്റെ വീട്ടിലേക്ക് എത്രയും. അപ്പൊ കൊക്ക് കുറുക്കൻ്റെ വീട്ടിലെത്തിയപ്പോൾ കുറുക്കൻ കൊടുത്തതാകട്ടെ നല്ല പരന്ന ഒരു പാത്രത്തിലാണ് ജ്യൂസ് കൊടുത്തത്. അപ്പൊ ഈ കൊക്കിന് ഇത്രയും നീണ്ട കൊക്ക് കൊണ്ട് ആ ജ്യൂസ് കുടിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇത് കുട്ടിക്കാലത്ത് നമ്മളെ മുത്തശ്ശി കഥകളായി നമുക്ക് പകർന്നു തന്നൊരു കഥയാണെങ്കിലും ഈ കഥയ്ക്കുള്ളിലൂടെ വലിയൊരു അല്ലേ ഭൗതികശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം, എഞ്ചിനീയറിങ്ങിൻ്റെ അടിസ്ഥാനം, ഡിസൈനിങ്ങിൻ്റെ അടിസ്ഥാനം നമുക്ക് പകർന്നു തന്നു നമ്മുടെ പൂർവികർ ഒരു കൊച്ചു കഥയിലൂടെ. അപ്പോൾ ഒരു ദ്രവ്യം എന്തിലെടുക്കണം, ആ ദ്രവ്യം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിനനുസരിച്ചിരിക്കും പാത്രങ്ങൾ. ഇവിടെ ചില ആധുനിക കാലഘട്ടത്തിലെ ചില വലിയ വലിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചത് നമ്മൾ നേടുന്നതായ അറിവിനനുസരിച്ച് രൂപപ്പെടുന്ന പാത്രങ്ങളാണ് നമ്മൾ എന്നാണ്. നേടുന്ന അറിവിനനുസരിച്ച് രൂപപ്പെടുന്ന പാത്രങ്ങളാണ് നമ്മൾ എന്നാണ് പുതിയ വിദ്യാഭ്യാസ സിദ്ധാന്തം പറയുന്നത്. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ നേടുന്ന അറിവ് എങ്ങനെയിരിക്കും അതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്വഭാവം എന്നാണ്. പക്ഷേ അറിവ് നേടണം എന്നതിനെക്കുറിച്ചുള്ളതായ ലക്ഷ്യബോധമോ ഒന്നുമില്ലാത്തവരാണ് ഇത്തരത്തിൽ ഏതെങ്കിലും അറിവ് കിട്ടുമ്പോൾ ആ അറിവിനനുസരിച്ച് രൂപപ്പെടുന്ന പാത്രങ്ങളായി പരിണമിക്കുന്നത്. പക്ഷേ ഈ ദാർശനിക ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മൾ ആദ്യം നല്ല പാത്രങ്ങളാവണം. എങ്ങനെയാണ് ആ പാത്രങ്ങളായി രൂപപ്പെടേണ്ടത്? പാത്രങ്ങളായി രൂപപ്പെടാനുള്ളതായ വഴികളാണ് യോഗശാസ്ത്രം, അഷ്ടാംഗയോഗ പദ്ധതികൾ, ധ്യാനം മുതലായിരിക്കുന്നതായ ജീവിത രീതികൾ, ശൗചാചാര മര്യാദകൾ. ഇതിലൂടെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ളതായ അറിവുകളെയും നേടത്തക്ക വിധവും ആ അറിവുകളെ ഏത് വിധത്തിലും പകർന്നു കൊടുക്കത്തക്ക വിധത്തിലുമുള്ളതായ രൂപപ്പെടലിന് വിധേയമാകുന്ന തരത്തിലുള്ള പാത്രങ്ങളായി, ശുദ്ധിയുള്ള പാത്രങ്ങളായി നമ്മൾ പരിണമിക്കേണ്ടത് എങ്ങനെ എന്ന ഉപാസനാ പദ്ധതി പറഞ്ഞു തരുന്ന നേരത്താണ് പാത്രം എന്ന പദത്തെ വ്യാഖ്യാനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പുരാണം ഒരു പദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ആ പദത്തിൻ്റെ അർത്ഥബോധം നമ്മളെ നയിക്കുന്നത് വലിയൊരു ആശയലോകത്തിലേക്കാണ്. അപ്പോൾ ഏത് തരത്തിലുള്ളതായ അറിവുകൾ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഒരു പാത്രമായി രൂപപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് ആ അറിവിനെ കുറിച്ചുള്ളതായ ലക്ഷ്യബോധമാണ്. ആ അറിവിലേക്കുള്ള യാത്ര എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള അറിവുകളാണ്. ഇങ്ങനെ ക്രമത്തിൽ നമുക്ക് ആ അറിവുകളെ പകർന്നു തരുന്നവയാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അഗ്നിപുരാണം ആദ്യം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണതത്വമായിരിക്കുന്ന വിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന പോലും വേദാർത്ഥബോധകമാണ്. കാരണം വിഷ്ണുവിനെ പരമതത്വമായിട്ട് അഗ്നിപുരാണം പറയുന്നു. അങ്ങനെ പറയുമ്പോൾ വേദത്തിലെ വിഷ്ണോർയത് പരമം പദം എന്ന് പറയുന്ന ഒരു ഋക്കിനെയാണ്, ആ ഋക്കിൽ പറഞ്ഞിരിക്കുന്ന ആശയത്തെയാണ് അവിടെ മനോഹരമായി ആദ്യത്തെ അധ്യായത്തെ കൊണ്ട് തന്നെ അഗ്നിപുരാണം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് പുരാണ അവതാരം എന്ന് പറയുന്ന ഒരു മഹിതാശയത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പുരാണ അവതാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ വായുപുരാണത്തിനെവിടെ കേട്ടില്ലേ? പുരാണങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? ആ പുരാണങ്ങൾ വ്യാസനിലൂടെ ഉണർന്നൊഴുകാനുണ്ടായ കാരണം, വ്യാസന്റെ ശിഷ്യപരമ്പരകളിലൂടെ ഇത് പകർന്നു കൊടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് വ്യാസന്റെ ശിഷ്യന്മാര്? അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വ്യാസന്റെ പുത്രനായിരിക്കുന്ന ശ്രീശുകൻ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ തന്നെയാണ്. പിന്നെ ജൈമിനി, സുമന്തു, പൈലൻ, വൈശമ്പായനൻ, ഈ 4 പേര്. നമ്മളെല്ലാവരും ഇപ്പോഴും വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന അഷ്ടാദശ പുരാണങ്ങളിൽ വളരെയധികം പ്രചാരമുള്ള ഭാഗവതം, ആ ഭാഗവതം ലോകത്തിൽ പ്രചരിച്ചത് വ്യാസപുത്രനായിരിക്കുന്ന ശ്രീശുകനിലൂടെയാണ്. ശ്രീശുകൻ പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്ത രീതിയിലാണ് ശ്രീമദ് ഭാഗവതം ലോകത്ത് മുഴുവൻ പ്രചരിച്ചത്. അതുകൊണ്ട് തന്നെ ശ്രീശുകന്റെ ജീവിതചര്യകൾ ദാർശനികമായിരിക്കുന്ന ഒരു ഭാവത്തോടു കൂടിയതായിരുന്നു. ആ ജീവിത ദർശനമനുസരിച്ച് തന്നെ ഭാഗവതം ലോകത്ത് ഇന്നും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഭാഗവതത്തിന്
ഈ പറഞ്ഞ വേദാന്ത ചിന്തകളെ മനോഹരമായി അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഭക്തിമയമായിരിക്കുന്ന ഒരു ലോകത്തിലേക്ക് ചേർത്ത് നിർത്താനുള്ള ശക്തി ഭാഗവത ശ്രവണത്തിനുണ്ട്. അതിൻ്റെ കാരണം ശ്രീശുകൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സർവഭൂത ഹൃദയമായി പരിണമിച്ച ശ്രീശുകനെയാണ് അവിടെ നമസ്കരിക്കുന്നത്. ആ കഥ പറയുന്ന ശ്രീശുകനാകട്ടെ ഉപനയനം പോലും കഴിക്കാത്തവനാണ്. ആലോചിക്കണം, ഉപനയനം എന്ന് പറഞ്ഞാൽ ലൗകികാത് അലൗകികേ ആനയനം ഉപനയനം എന്നാണ് ഉപനയനം എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ പൂണൂലിടുക എന്ന് പറയുന്ന ഒരു സംസ്കാര ക്രിയയ്ക്ക് പോലും കൂട്ടാക്കാതെ, അതിന് പോലും നിൽക്കാതെ സർവസംഘ പരിത്യാഗിയായി സഞ്ചരിച്ച ഒരു തീർത്ഥാടകനായിട്ടാണ് ശ്രീശുകനെ ഭാഗവതം അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീശുകൻ സർവാശ്രയ ബോധത്തോടുകൂടി നിങ്ങൾ ആ വിഷ്ണുവിൻ്റെ പാദങ്ങളെ ആശ്രയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു അവതാര കഥകളെ, ലീലകളെ ഒക്കെ വർണ്ണിക്കുന്നത്. അപ്പോൾ അഗ്നിപുരാണത്തിൽ ഈ വ്യാസശിഷ്യ പരമ്പരകളെ പരിചയപ്പെടുത്തുന്നത് പുരാണ കഥ നൈമിശാരണ്യത്തിൽ വെച്ച് പറയുന്ന സൂതൻ ഈ പുരാണം എവിടെ വെച്ച് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്ന കഥയിലൂടെയാണ്. സൂതൻ പറയുന്നത്, ഞാൻ പണ്ട് ശ്രീശുകൻ, പൈലൻ, ജൈമിനി മുതലായിരിക്കുന്ന ഞങ്ങളുടെ ആ വ്യാസശിഷ്യന്മാരായിരിക്കുന്ന സുഹൃത്തുക്കളോടൊപ്പം ബദരികാശ്രമത്തിലേക്ക് പോയപ്പോൾ അവിടെ ഗുരുവായ വ്യാസഭഗവാൻ ഉണ്ടായിരുന്നു. അന്ന് ആ വ്യാസഭഗവാനോട് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി ഗുരുവായിരിക്കുന്ന വ്യാസദേവൻ സാരവത്തായ യാതൊന്നാണ് ഈ പ്രപഞ്ചത്തിൽ കേൾക്കേണ്ടത്, അറിയേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന അഗ്നിപുരാണം എന്നാണ് സൂതൻ പറയുന്നത്. അപ്പൊ തൻ്റെ ഗുരുവിൽ നിന്ന് കേട്ട് പഠിച്ചതായ ആശയങ്ങളെ തൻ്റെ മുമ്പിൽ വന്നിരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സൂതൻ ഒരിക്കലും അത് എൻ്റെ ആശയങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടല്ല പറയുന്നത്. തൻ്റെ ഗുരു തനിക്ക് പറഞ്ഞു തന്നതാണ് എന്ന അവബോധത്തോടു കൂടി തന്നെയാണ് അറിവ് പകർന്നു കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് പല ആളുകളും പുരാണ കഥകളെയോ അല്ലെങ്കിൽ ഇതിഹാസമാകുന്ന മഹാഭാരതത്തെയോ ഒക്കെ എടുത്ത് അതിൽ ഏതെങ്കിലും കഥാപാത്രങ്ങളെ എടുത്ത് സ്വന്തമായി അവനവൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അവനവനെ കീർത്തിയിലേക്ക് നയിക്കാനോ വേണ്ടി എന്തെങ്കിലുമൊക്കെ നോവലുകളോ കഥകളോ ഒക്കെ എഴുതുമ്പോൾ അവരത് സ്വന്തം കൃതിയായിട്ടാണ് എഴുതി അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ളതായ കുബുദ്ധികളുടെ കാലമായിരുന്നില്ല പഴയത്. അവരെപ്പോഴും അവർ കേട്ടറിഞ്ഞത് ആരിൽ നിന്നാണോ അവരെക്കുറിച്ച് തന്നെയാണ് ഈ കഥയുടെ ആചാര്യനായി അല്ലെങ്കിൽ ഈ കഥയുടെ പ്രവക്താവായി അവതരിപ്പിച്ച് കൊടുത്തിരുന്നത്. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ളതായ പാട്ടുകൾ പോലും അല്ലേ, സംഗീത സംവിധാനം ചെയ്യുന്ന ആളുകൾ പോലും ഏതെങ്കിലും പാട്ടുകൾ അവർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ അവകാശം അവർക്കുള്ളതാണെന്നാണ് പറയുക. ഈ അടുത്ത കാലത്തുണ്ടായി ഏതോ ഒരു സംഗീത സംവിധായകൻ ഉണ്ടാക്കിയ ഒരു പാട്ട് ഏതോ കുറച്ച് ആളുകൾ ഒരു സിനിമയിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ 2 കോടി രൂപ നഷ്ടപരിഹാരത്തിന് ചോദിക്കുകയും എങ്ങനെയോ ഒരു 65 ലക്ഷമൊക്കെ കൊടുത്ത് അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ കേട്ടത്.
പക്ഷെ ആ പാട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം, ആ പാട്ട് അതിലെ മ്യൂസിക് പുതിയതായി ഉണ്ടായതൊന്നുമല്ല, മ്യൂസിക് ഇവിടെ ഉള്ളതാണ്. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമഗാനം എത്രയോ പുരാതനമായിരിക്കുന്ന ഒന്നാണ്. സരിഗമ പദനിസ എന്ന് പറയുന്ന ഈ സപ്തസ്വരങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വികസിച്ച ആയിരക്കണക്കിന് രാഗഭാവങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കീർത്തനങ്ങളൊക്കെ രചിച്ച മുത്തുസ്വാമി ദീക്ഷിതരും അല്ലേ പോലെയുള്ളതായ ആളുകൾ, ത്യാഗരാജസ്വാമികളെ പോലെയുള്ള ആളുകളല്ലേ യഥാർത്ഥത്തിൽ ഈ സംഗീത ലോകത്തിന്റെ, ദക്ഷിണേന്ത്യൻ സംഗീതത്തിന്റെ അവകാശികളായി മാറുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെയുള്ളതായ പലതിനെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഉള്ളുണർത്തി അതിനെ സർഗമാക്കി കലയാക്കി അത് ആസ്വാദനത്തിൻ്റെതായ രീതിയിൽ ലോകത്തിന് പകർന്നു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കഥകളായാലും സൂതൻ കഥ പറയുമ്പോൾ ചോദിക്കുന്ന ആളുടെ ചോദ്യത്തിന്റെ ക്രമമനുസരിച്ച് ആ കഥകളെയും ക്രമപ്പെടുത്തിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും സൂതൻ അത് വ്യാസൻ എനിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞു തന്നു എന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ വ്യാസൻ തന്നെയാണ് സകല പുരാണങ്ങളുടെയും രചയിതാവ് എന്ന കാര്യം വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് കഥ പറയുന്ന സൂതൻ തന്നോടൊപ്പം ഈ വ്യാസനിൽ നിന്ന് പുരാണങ്ങൾ പഠിച്ച മറ്റു പലരെ കൂടി ഇവിടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അഗ്നിപുരാണത്തിൽ. അവരാണ് സുമന്തു, പൈലൻ, വൈശമ്പായനൻ. വ്യാസശിഷ്യനായിരിക്കുന്ന വൈശമ്പായനാണ് ഇതിഹാസമാകുന്ന മഹാഭാരതം തക്ഷശിലയിൽ വെച്ച് പരീക്ഷത്തിന്റെ പുത്രനായിരിക്കുന്ന ജനമേജയന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇനി സുമന്തു, പൈലൻ എന്നിവർ യോഗശാസ്ത്രത്തിലും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിലും അധിഷ്ഠിതമായിട്ടാണ് പുരാണങ്ങളെയും ഈ ഇതിഹാസത്തെയും ഒക്കെ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ജൈമിനി പറഞ്ഞു കൊടുത്ത ഭാരതം, മഹാഭാരതം, ജൈമിനീയ ഭാരതം എന്ന പേരിൽ പ്രസിദ്ധമായി മറ്റൊരു ഇതിഹാസം എന്ന രൂപത്തിൽ തന്നെ പ്രചരിക്കുകയുണ്ടായി എന്ന് പുരാണങ്ങള് ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇങ്ങനെ പുരാണങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച് സൂചിപ്പിച്ച് പ്രപഞ്ച സർഗത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു അവതാരമായിരിക്കുന്ന പൃഥുചക്രവർത്തിയുടെ വംശം വരെയുള്ള കഥകള്, സ്വയംഭൂ മനു തൊട്ടുള്ള രാജാക്കന്മാരുടെ പേരുകള് എല്ലാം ക്രമത്തിൽ അഗ്നിപുരാണം വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഋഷിവംശ പരമ്പരകളെ വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ സപ്തർഷികൾ, അത്രി, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, അങ്കിരസ് എന്നിങ്ങനെയുള്ള സപ്തർഷികളുടെ വംശപരമ്പര, ആ സപ്തർഷി വംശപരമ്പരകളിൽ കശ്യപന്റെ വംശപരമ്പര പറയാൻ തുടങ്ങുമ്പോൾ കശ്യപന് 13 ഭാര്യമാരാണ്. അവരൊക്കെ ദക്ഷപ്രജാപതിയുടെ മക്കളാണ്. ദക്ഷപ്രജാപതിയുടെ 13 മക്കളെ, പെൺകുട്ടികളെയാണ് കശ്യപ പ്രജാപതി വിവാഹം കഴിച്ചത്. ദിതി, അതിഥി, അനു, ദ്രുഹ്യു, വിനത, കദ്രു, സരമ മുതലായിരിക്കുന്നവരാണ് ഈ ഭാര്യമാര്. അതിലെ ദിതിയുടെ മക്കളൊക്കെ ദൈത്യന്മാരായി, അതിഥിയുടെ മക്കളൊക്കെ ദേവന്മാരായി, ധനുവിന്റെ മക്കളൊക്കെ ദാനവന്മാരായി, ദ്രോഹയുടെ മക്കളൊക്കെ ഈ രക്ഷോഗണങ്ങളായി മാറി, കദ്രുവിന്റെ മക്കളൊക്കെ സർപ്പങ്ങൾ, നാഗങ്ങൾ എന്നിവരായി മാറി, സരമയുടെ മക്കളൊക്കെ നാൽക്കാലികളായിരുന്നു, വിനതയുടെ മക്കളൊക്കെ പക്ഷിവർഗങ്ങളായി. ഇങ്ങനെ വംശവിസ്താരത്തെ വർണ്ണിക്കുകയാണ് അഗ്നിപുരാണം ചെയ്തത്. പിന്നീട് ജഗൽ സൃഷ്ടിയെക്കുറിച്ച്, അതിന്റെ ക്രമത്തെക്കുറിച്ച് പറയുന്നത് ഹിരണ്യാണ്ഡത്തിൽ നിന്ന് ഈ പ്രപഞ്ചമുണ്ടായി എന്ന പരികൽപ്പനയാണ്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടോ എന്ന് എല്ലാ പുരാണങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അഗ്നിപുരാണത്തിൽ ഈ ആശയം, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് വല്ലതുണ്ടോ യഥാർത്ഥത്തിൽ? ഇനി പ്രപഞ്ചമൊക്കെ എന്തെങ്കിലും ഇല്ലാതാവും എന്ന് പറയുന്നുണ്ടല്ലോ. പ്രളയം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, പ്രകർഷണ ലയം, എല്ലാം ലയിച്ച് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വല്ലതുണ്ടോ? മനുഷ്യന്റെ യുക്തിബോധത്തിന്റെ അതിര് എന്ന് പറയുന്നത് അതാണ്. മനുഷ്യന് അതിനപ്പുറം ഒന്നും ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല. പ്രപഞ്ചം ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ തൊട്ട് കുഴപ്പങ്ങൾ തുടങ്ങും. ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ ആരാണ് ആ ഉണ്ടാവലിന്റെ കാരണം? ഏതൊരു ശക്തിയാണ്? അപ്പൊ ഏതെങ്കിലും ഒരു ശക്തി കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പിന്നത്തെ ചോദ്യം എന്താ? ആ ശക്തി എങ്ങനെ ഉണ്ടായി എന്നാണ്, അല്ലേ? അപ്പോൾ ഉത്തരം അനന്തമാകുന്നു, ഒരിക്കലും അവസാനിക്കുന്നില്ല.
ചോദ്യങ്ങൾ ആവുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ മനുഷ്യൻ ഇന്നേ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉണ്ടോ? എന്തുത്തരം പറഞ്ഞാലും അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യം മനസ്സിൽ ഉണർന്നുകൊണ്ടേയിരിക്കും. അതാണ് മനുഷ്യൻ്റെ ഈ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്, ആ സൃഷ്ടി ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനുഷ്യനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് വല്ലതും ഉണ്ടോ എന്ന്. അപ്പൊ അതിന്റെ ഉത്തരം വേദം പറഞ്ഞു, നാസദാസീത് സദാസീനം എന്ന സൂക്തത്തിലൂടെ. ഋഗ്വേദത്തിൽ പറയുന്ന സൂക്തമാണ് നാസദാസീത് സദാസീനം എന്നാണ് സൂക്തം തുടങ്ങുന്നത്. അതിൽ പറയുന്നത് സത്വം ഉണ്ടായിരുന്നില്ല, അസത്വം ഉണ്ടായിരുന്നില്ല, രാവും ഉണ്ടായിരുന്നില്ല, പകലും ഉണ്ടായിരുന്നില്ല, ഉണ്ട് എന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു തലത്തെ, ഒരു ഭാവതലത്തെ അവിടെ പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് ഉണ്ടായിരുന്നത്? ആ ഉണ്ടായിരുന്നത് എന്തോ അതാണ് പ്രപഞ്ചമായി പരിണമിച്ചത് എന്നാണ് വേദം ഉദ്ഘോഷിച്ചത്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല. അപ്പൊ അതുകൊണ്ട് പുരാണങ്ങളെല്ലാം അതിന് ഒരു കഥാരൂപം ഉണ്ടാക്കി. ആ കഥാരൂപം ഇങ്ങനെയാണ്. കഥ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല അർത്ഥം. ഉണ്ടായൊരു കാര്യത്തെ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാവുന്ന തരത്തിൽ രൂപ, ഗന്ധ, ഗുണങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസത്ത് പോലും, സത്തും അസത്തും ഉണ്ടാവാതിരുന്ന ഒരു കാലം, രാത്രിയും പകലും ഇല്ലാതിരുന്ന ഒരു കാലം, സൂര്യചന്ദ്രാദികൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലം, കാലം പോലും ഇല്ലാതിരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കൊന്നും കൽപ്പന ചെയ്യാൻ സാധിക്കുന്നില്ല. ഉണ്ടോ? അങ്ങനെ ഒരു കാലത്തെ നമുക്ക് കൽപ്പന ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോ ബുദ്ധിക്ക് ഈ കൽപ്പന ചെയ്യാൻ സാധിക്കാത്തിടത്തോളം ഒരു തരം ഭ്രമാവസ്ഥയുണ്ടാകും. മനുഷ്യൻ എപ്പോഴും സന്ദേഹികളായി മാറും. ഈ സന്ദേഹം കാരണം അവന്റെ ജീവിതത്തിൽ ധർമ്മമൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും, അല്ലേ? ഈ ധർമ്മമൂല്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവന്റെ ബുദ്ധി എവിടെയെങ്കിലും ഒരു വിശ്രമസ്ഥാനം കണ്ടെത്തണം. ആ വിശ്രമസ്ഥാനങ്ങളാണ് ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. ആശ്രമം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ട ഇടം. എന്തിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനനുസരിച്ച് ആശ്രമങ്ങളുടെ പേരുകൾ വ്യത്യസ്തമായി. സന്യാസാശ്രമമായി, ബ്രഹ്മചര്യാശ്രമമായി, വാനപ്രസ്ഥാശ്രമമായി, ഗൃഹസ്ഥാശ്രമമായി. അപ്പൊ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ട സ്ഥലങ്ങളാണ് ആശ്രമങ്ങൾ. എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ട ഇടങ്ങൾ. ഈ പരിശ്രമം തന്നെ വിശ്രമമായി മാറുന്ന സ്ഥാനങ്ങൾ, ഇതിനെയാണ് ആശ്രമങ്ങൾ എന്ന് പൊതുവായിട്ട് പറയാം. അപ്പോൾ മനുഷ്യന് ഈ ബുദ്ധിക്ക് ഈ പരിഭ്രമാവസ്ഥ ഇല്ലാതാക്കാൻ നമ്മുടെ പൂർവികർ പറഞ്ഞു, നാസദാസീത് സൂക്തത്തെ നമ്മുടെ ഭാവനയ്ക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ പുരാണമായി അതാ രൂപപ്പെടുത്തി വ്യാസൻ പറഞ്ഞു തരികയാണ്. അഗ്നിപുരാണത്തിലൂടെയും വായുപുരാണത്തിലൂടെയും ഈ കാണുന്ന അഷ്ടാദശ പുരാണങ്ങളിലും ആദ്യമേ തന്നെ പറയുന്നത് ഈ സർഗ സിദ്ധാന്തമാണ്. അത് ഈ പ്രപഞ്ചം മുഴുവൻ ഏകാർണവമായിരുന്നു. ഏകാർണവത്തിന്റെ മധ്യത്തിൽ ബ്രഹ്മാവ് ഒരു താമരയിൽ ജനിച്ചു. താമരയിൽ ജനിച്ച ബ്രഹ്മാവ് ചുറ്റും നോക്കി ചതുർമുഖനായി ബ്രഹ്മാവ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു, തപസ്സു ചെയ്തു. തപസ്സിന്റെ ഒടുവിൽ ദേവി അവതാരങ്ങളെ വർണ്ണിക്കുന്ന പുരാണങ്ങളാണെങ്കിൽ ആ പുരാണത്തിൽ പറഞ്ഞു സർവം ഖല്യുതമേവാഹം നാന്യദസ്തി സനാതനം. ദേവി ഭാഗവതം പോലെയുള്ള പുരാണം പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആരാ? പ്രപഞ്ചത്തിന്റെ മുഴുവൻ അമ്മയാണ്. നീ എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സൃഷ്ടിയെ ചെയ്യുക എന്ന് ഭഗവതി പറഞ്ഞ കഥ വർണ്ണിച്ചപ്പോൾ അത് ശാക്തേയ പ്രാധാന്യമുള്ള പുരാണ കഥയായി മാറി. അതും പ്രപഞ്ച സിദ്ധാന്തത്തെയാണ് പറഞ്ഞത്. പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെ എന്നത് പറയാനാണ് ഈ പറഞ്ഞത്. ഇനി വിഷ്ണു പ്രധാനമായ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ ഉൾക്കൊള്ളുന്ന പുരാണങ്ങളായപ്പോൾ അതിൽ പറഞ്ഞു ബ്രഹ്മാവ് ഇങ്ങനെ ജനിച്ചു, ചുറ്റും നോക്കി ഞാൻ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാതെ താമരയുടെ തണ്ടിലൂടെ ഊർന്ന് ഇറങ്ങി അതാ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ അടയാളങ്ങൾ ധരിച്ചുകൊണ്ട് അനന്തശായിയായി കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണുന്നു. മഹാവിഷ്ണുവിൻ്റെ ഇച്ഛയാൽ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയിൽ വ്യാപരിക്കുന്നു എന്ന് വൈഷ്ണവ കഥകൾ സർഗസിദ്ധാന്തത്തെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനി ശിവപുരാണം, വായുപുരാണം, ലിംഗപുരാണം
മുതലായിരിക്കുന്ന പുരാണങ്ങളിൽ ബ്രഹ്മാവിനെ സൃഷ്ടിയിൽ പ്രേരിപ്പിക്കുന്നത് ശിവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിവൻ, ഭഗവതി, വിഷ്ണു എന്നിങ്ങനെ മൂർത്തിരൂപങ്ങളായി അവതരിച്ചതായി തത്വങ്ങളെ ഏത് രീതിയിൽ ഈ പുരാണങ്ങൾ പിന്നീട് വ്യാഖ്യാനിക്കുന്നു എന്ന് മനസ്സിലാക്കിയാലേ ഈശ്വര സങ്കല്പത്തിൽ വ്യത്യസ്തമായ രൂപങ്ങൾ ഉണ്ടാകാൻ 33 കോടി ദേവതാസങ്കല്പം ഈ ഭാരതത്തിലെ ഹൈന്ദവ ധർമ്മത്തിൽ ഉണ്ടാകാനുള്ള കാരണമെന്ത്, അതിൻ്റെ യുക്തി എന്ത് എന്ന് നമുക്ക് മനസ്സിലാവുകയും. എന്താ അതിൻ്റെ കാരണം? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പറഞ്ഞതായ പ്രപഞ്ച കാരണമായി പറയുന്ന ശക്തിയെ ബ്രഹ്മമെന്ന്, പരമാത്മാവെന്ന്, ഭഗവാനെന്ന് ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന നാമങ്ങളാൽ വിളിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രപഞ്ചത്തിൻ്റെ കാരണ തത്വത്തെ ഏതെങ്കിലും ഒരു രൂപഭാവത്തിൽ നമുക്ക് ധാരണ ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും നമ്മുടെയൊക്കെ ഈ ജനനത്തിനും നമ്മുടെ ഈ ജീവിതത്തിനും സർവചലനങ്ങൾക്കും കാരണമായിരിക്കുന്ന ആ ശക്തിയെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ആരാധിക്കണമെങ്കിൽ ഒരു രൂപം നമുക്ക് പകർന്നു കിട്ടണം. ആ രൂപത്തിലൂടെ ആരാധിക്കുമ്പോഴേ ആ രൂപം നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. പക്ഷേ ഈ രൂപം ഇന്ന രൂപത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നല്ല വ്യാസഭഗവാൻ പറഞ്ഞത്. ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്തിനുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്നതാ അഗ്നിപുരാണം പറയുന്നു. അതിൻ്റെ കാരണം ഇത്രയും, ആ ഈശ്വരന്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ സ്വരൂപത്തെക്കുറിച്ച് വേദത്തിൽ എന്താണോ പറയുന്നത് അതാണ് അഗ്നിപുരാണം വിശദമാക്കുന്നത്. വേദത്തിൽ പറഞ്ഞതല്ല, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠദശാങ്കുലം പുരുഷയേ വേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം. കഴിഞ്ഞു പോയതും ഇപ്പോഴുള്ളതും ഇനി വരാൻ പോകുന്നതും ഈ കാണുന്ന സർവചരാചരങ്ങളും ആ പരമപുരുഷഭാവം തന്നെ എന്ന രീതിയിലാണ് ഈ പ്രപഞ്ചകാരണത്തെ അവതരിപ്പിക്കുന്നത്. അപ്പൊ പ്രപഞ്ചകാരണമാകുന്ന ഈശ്വരന്റെ രൂപം എന്താ? ശ്രീമദ് ഭാഗവതത്തിലും 1-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഈ ഭാവത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദയ. ഭഗവാൻ ആദ്യമായി പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി എടുത്തതായ രൂപം സ്വയം പ്രപഞ്ചമായി തന്നെയാണ്. 1000 ശിരസ്സുകളും 1000 കൈകളും 1000 കാലുകളും 1000 കണ്ണുകളും ഒക്കെ ആയിട്ടുള്ളതായ വിരാട് പുരുഷഭാവത്തെ ഭഗവാൻ സ്വീകരിച്ചു, ഈശ്വരൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എന്നാണ്. അപ്പൊ പ്രപഞ്ചത്തിന് മുമ്പ് എന്താണുള്ളത്? ഈശ്വരൻ. പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം എന്താണുള്ളത്? ഈശ്വരൻ തന്നെ. കാരണം ഈ പ്രപഞ്ചമായി പരിണമിച്ചത് ഈശ്വരനാണ്. പ്രപഞ്ചമായി പരിണമിച്ചത് ഈശ്വരനാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും ഈശ്വര സ്വരൂപങ്ങളല്ലേ? അപ്പം മരവും മണ്ണും കല്ലും ആകാശവും ഭൂമിയും പുഴയും പൂവും കായും ചിത്രശലഭവും സിംഹവും ആനയും ഒട്ടകവും മനുഷ്യരും ഒക്കെ ഈശ്വരന്മാരാണ്. അപ്പൊ നമുക്ക് ഏത് രൂപത്തിലും ഈശ്വരനെ ആരാധിക്കാം. അപ്പോൾ ഉപാസകന്റെ സംസ്കാരം എന്താണ്? കാട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഏതെങ്കിലും ജീവികളെയൊക്കെ ഹിംസിച്ച് അവനവന്റെ ഉദരപൂരണം മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. ആ പണ്ട് കാലത്തെ ഈ കാട്ടാളന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള വിദ്യയുമില്ല, സംഭാഷണം പോലും അറിയാത്തവരാണ് അവര്. മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ അവര് ഏതെങ്കിലും ചില ശബ്ദങ്ങളെ കൊണ്ടോ ചില അംഗ്യങ്ങളെ കൊണ്ടോ മാത്രമാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ മൃഗസ്ഥാനം കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജലസ്ഥാനം കാണിച്ചു കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ളതായ കാട്ടാളന്മാര് പോലും ഈശ്വരന്മാരെ ഉപാസിച്ചിട്ടുണ്ട്. സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ഉപാസിച്ചതായ ഒരു കാട്ടാളന്റെ കഥ അത് പറയുന്നുണ്ട്. എന്താ? ഒരു കാട്ടാളൻ ഇതുപോലെ കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീർണിച്ചു കിടക്കുന്ന ഒരു ശിവക്ഷേത്രം അവിടെ കണ്ടു. ആ ശിവക്ഷേത്രത്തിന്റെ അരികത്ത് കാട്ടാളൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്ന് അത്ഭുതത്തോടുകൂടി അദ്ദേഹം കണ്ട കാഴ്ച, ആ ശിവക്ഷേത്രത്തിലേക്ക് ഒരു പൂജാരി വരുന്നു, അകത്ത് കയറുന്നു, ആ ശ്രീ പരമേശ്വരന്റെ ആ ശിവലിംഗത്തിൽ വെള്ളമൊഴിച്ച് അത് കുളിപ്പിക്കുന്നു, അതിനുശേഷം അതിൽ പുഷ്പങ്ങൾ ചാർത്തുന്നു, വിളക്ക് വെക്കുന്നു. ആ ഭഗവാന്റെ സ്വരൂപത്തിന് മുമ്പിൽ
അദ്ദേഹം എന്തോ പാത്രത്തിൽ കൊണ്ടുവന്നതായ നിവേദ്യം അത് ഭഗവാന് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ച കണ്ട് അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കി നിന്നു കാട്ടാളൻ. ദിവസവും ഹിംസയ്ക്ക് വേണ്ടി ഇറങ്ങിയിരുന്ന കാട്ടാളൻ പിന്നെ ഹിംസ ചെയ്യാതെ ഈ കാഴ്ചയിൽ മാത്രം ദർശിച്ച് ആ ശിവലിംഗ പൂജ ചെയ്യുന്നതായ ആ സമയത്ത് അദ്ദേഹം അവിടെ എത്തുകയും മറ്റെല്ലാ കാര്യങ്ങളും മറക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൂജാരി വന്നില്ല. പൂജാരി വരാതായപ്പോഴോ ഈ കാട്ടാളന് വല്ലാത്ത പരിഭ്രമമായി. ഇത് ഈശ്വരനാണ് എന്ന് മാത്രമേ അദ്ദേഹത്തിന്റെ ഭാവം ഉൾക്കൊണ്ടുള്ളൂ. അങ്ങനെയുള്ളതായ ഈ ഈശ്വരന് വിശക്കില്ലേ, ഈ ഈശ്വരന് കുളിക്കണ്ടേ, ഈ ഈശ്വരന് ഉപചാരങ്ങൾ ചെയ്യണ്ടേ എന്ന ചിന്ത മാത്രമായിരുന്നു ആ കാട്ടാളന്. അദ്ദേഹം ഈ പൂജാരി ചെയ്യുന്ന കാഴ്ചകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ ആ ശിവലിംഗത്തെ കുളിപ്പിക്കാൻ വെള്ളമെടുക്കാനായി തടാകത്തിന്റെ അടുത്തെത്തി. തടാകത്തിൽ നിന്ന് വെള്ളം എടുത്തു കയ്യിൽ. അപ്പോഴാണ് ആലോചിച്ചത്, പൂവ് പൊട്ടിക്കണ്ടേ. അപ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും? വെള്ളം കൊണ്ടുപോകാൻ പാത്രമില്ലാത്തത് കൊണ്ട് ആ കാട്ടാളൻ എന്ത് ചെയ്തു? തൻ്റെ വായിലേക്ക് ആ വെള്ളമാക്കി. എന്നിട്ട് പോയി പൂ പൊട്ടിച്ചു. വായിൽ വെള്ളം പിടിച്ചിരിക്കുന്നു, കൈകൊണ്ട് പൂ പൊട്ടിച്ചു. പൂ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭഗവാന് കൊടുക്കാൻ എന്തെങ്കിലും നിവേദ്യം വേണ്ടേ? ഈ പൂവ് എവിടെ വെക്കും? അതിന് പാത്രങ്ങളില്ലല്ലോ. അപ്പൊ ആ കാട്ടാളൻ എന്ത് ചെയ്തു? ആ പൂവൊക്കെ തലയിൽ വെച്ചു. എന്നിട്ട് ഇര തേടാനായി പോയി. അമ്പും വില്ലും എടുത്തു. വേറൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് അതിലൂടെ പാഞ്ഞു പോയ ഒരു പന്നിയെ അമ്പ ചെയ്ത് വീഴ്ത്തി. അതിന്റെ തോല് കീറി അതിന്റെ മാംസം കയ്യിലെടുത്തു. ഇതുമായിട്ടാണ് ശരീരം മുഴുവൻ രക്തക്കറ പുരണ്ട് ആ മാംസം കയ്യിലെന്തിക്കൊണ്ട് ഈ ശിവക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ആ കാട്ടാളൻ. എന്നിട്ട് തൻ്റെ വായിലുള്ളതായ വെള്ളം നേരെ ശിവലിംഗത്തിലേക്ക് അങ്ങോട്ട് തുപ്പി അഭിഷേകം ചെയ്തു. തല അങ്ങോട്ട് കുടഞ്ഞു. മുടിയിലുള്ള പൂ കൊണ്ട് അർച്ചന നടത്തി. കയ്യിലുള്ള മാംസം മുമ്പിൽ വെച്ചു. അവിടെ ഇരുന്ന് പറയാൻ തുടങ്ങി, കഴിക്കൂ ഭഗവാനെ, കഴിക്കൂ ഭഗവാനെ, വിശക്കണില്ലേ വിശക്കണില്ലേ എന്ന് പറയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കാട്ടാളൻ ചിന്തിച്ചു, അല്ല ഇത് ഭഗവാൻ കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെയാ കാണുക? കണ്ണ് വേണ്ടേ? ഇപ്പൊ കാട്ടാളന് തോന്നി കണ്ണില്ലാത്തത് കൊണ്ടാണ് ഭഗവാൻ കാണാത്തത്. കാട്ടാളൻ എന്ത് ചെയ്തു? സ്വന്തം കണ്ണൊരെണ്ണം അങ്ങോട്ട് ചുഴുന്നെടുത്ത് ആ ഭഗവാന്റെ ശിവലിംഗത്തിന് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇപ്പോഴും കാണുന്നില്ലേ? മാത്രമല്ല നോക്കിയപ്പോ കാട്ടാളിന് സങ്കടം. ഈ ശിവലിംഗത്തിൽ ഒരു കണ്ണ് മാത്രം വെച്ചപ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ. ഭഗവാനെ ഇങ്ങനെ ഒരു വികൃത രൂപമായി എനിക്ക് ഭഗവാനെ കാണാൻ വയ്യ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കണ്ണും പിഴുതെടുത്ത് ഭഗവാന് സമർപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ കാട്ടാളന്റെ കരം ഗ്രഹിച്ചു. കാട്ടാളനെ അനുഗ്രഹിച്ചു. കാട്ടാളന് നിത്യഭക്തിയെ പരമായി കൊടുത്തു. മാത്രമല്ല ഭഗവാൻ അവിടെ ആ കാട്ടാള രൂപത്തിൽ തന്നെ നിത്യവും പ്രതിഷ്ഠിതനായി തീർന്നു പിന്നീട് എന്ന് കിരാത മാഹാത്മ്യത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, ജ്ഞാനമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈശ്വരൻ ആരാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ സംസാരിക്കുന്നത് പോലെ, നമ്മൾ കരയുന്നത് പോലെ, നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് പോലെ, നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ഒക്കെയുള്ളതായ ഒരു ഭാവമായിട്ടാണ് അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്ന തത്വം ബോധ്യപ്പെടുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ ജീവിതത്തിന്റെ ശൈലി അനുസരിച്ച് ആ കാട്ടാളൻ എപ്പോഴും കാട്ടാളന്റെ രൂപത്തിലാണ് ഭഗവാനെ കണ്ടത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ആ രൂപത്തിൽ തന്നെ കാട്ടാളന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ കാട്ടാള രൂപിയായി ഭഗവാൻ. ഒരു ബ്രാഹ്മണൻ പൂജിക്കുമ്പോൾ ആ ബ്രാഹ്മണന്റേതായ സങ്കല്പം അനുസരിച്ച് ആ ബ്രാഹ്മണൻ പൂജിച്ചപ്പോൾ ആ ബ്രാഹ്മണന്റെ മുമ്പിൽ ബ്രാഹ്മണ സ്വരൂപത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അതാണ് കുട്ടിപ്പട്ടര് എന്നൊക്കെ നമ്മൾ പറയും. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര്. ഇപ്പോഴും അതിന്റെ അർത്ഥം അറിയില്ല പലർക്കും, പറയാറുണ്ട് എന്ന് മാത്രം. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരാരാ? ആരാ? സാക്ഷാൽ തിരുപ്പതി ഭഗവാൻ. അല്ലാതെ പിന്നെ ആരാ? ആ ദേവേന്ദ്രൻ ആരാ? സ്വർഗത്തിന്റെ അധിപതിയല്ലേ? സ്വർഗത്തെക്കാൾ സമ്പത്ത് മുഴുവനുള്ള സ്ഥലം ഏതാ? വൈകുണ്ഠമല്ലേ? വൈകുണ്ഠാധിപതി എന്ന അർത്ഥത്തിലാണ്. അതൊരു ചൊല്ലായി പിന്നീട് വന്ന് ഇങ്ങനെയൊക്കെ ആയി പ്രാപിച്ചു എന്ന് മാത്രം. അപ്പൊ സർവൈശ്വര്യങ്ങളിലും ഇരിക്കുന്നതായ ഭഗവാനായി കാണുന്നവർക്ക് ആ സർവൈശ്വര്യ മൂർത്തിയായി തന്നെ അവർക്ക് അനുഭവവേദ്യമാവുന്നു അല്ലേ? സ്ത്രീയായി കാണുന്നവർക്ക് സ്ത്രീയായും, പുരുഷനായി കാണുന്നവർക്ക് പുരുഷനായും. ഇനി മറ്റേതൊക്കെ രൂപത്തിൽ കാണാൻ ആഗ്രഹിച്ചു? ഹിരണ്യകശിപു ആഗ്രഹിച്ചു. എന്ത് ആഗ്രഹിച്ചു? ദേവനോ മനുഷ്യനോ ഗന്ധർവനോ യക്ഷനോ അല്ലേ? ഒന്നും ആവരുത് എൻ്റെ മുമ്പിൽ വരുന്നതായ മരണം എന്നാണ് ഹിരണ്യകശിപു ആലോചിച്ചത്. ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ മരണമായി തന്നെ ആ കാലപുരുഷൻ വന്നു ചേർന്നു, നരസിംഹമായി. മനുഷ്യനുമല്ല, മൃഗവുമല്ല, മനുഷ്യ മൃഗസ്വരൂപത്തിൽ, നരസിംഹ രൂപത്തിൽ അല്ലേ? അതും എവിടെ നിന്ന് വന്നു?
തൂണിൽ നിന്ന് വന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ച കാരണ തത്വം പുരാണങ്ങളിൽ വർണ്ണിക്കുന്ന സർഗസിദ്ധാന്തം, ആ സർഗസ് ദർശനത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ നമുക്ക് അവതരിപ്പിച്ചപ്പോൾ ആ പ്രപഞ്ച കാരണ തത്വത്തെ ഓരോരോ ദേവതകളായി ഓരോ പുരാണം സങ്കല്പിച്ചു. ഇതെല്ലാം എഴുതിയത് ഒരാളല്ലേ അല്ലേ? എന്നിട്ട് ഈ പുരാണങ്ങളെ വ്യാഖ്യാനിക്കുന്നവരെ വൈഷ്ണവ പുരാണങ്ങൾ, ശാക്തേയ പുരാണങ്ങൾ, ശൈവ പുരാണങ്ങൾ എന്നൊക്കെ വിഭജിക്കാൻ തുടങ്ങി. അതും കൂടാതെ താമസീയ പുരാണങ്ങൾ, രാജസീയ പുരാണങ്ങൾ, സാത്വിക പുരാണങ്ങൾ എന്നും ഇതിനെ വ്യവഹരിച്ചു. പക്ഷേ ഈ ഭേദ സങ്കേത വാക്കുകൾ മുഴുവൻ അബദ്ധങ്ങളാണ് എന്ന് പുരാണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? എല്ലാ പുരാണത്തിലും എല്ലാ ദേവതകളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്, എല്ലാ ദേവതോപാസനകളെയും അംഗീകരിക്കുന്നുണ്ട്, സമാദരിക്കുന്നുണ്ട്. എല്ലാ ദേവതാരൂപങ്ങളുടെയും മഹത്വത്തെ അതാത് ദേവത കഥകൾ പറയുമ്പോൾ അതിനെ മനോഹരമായി വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ദേവതാസ്വരൂപത്തിൽ കണ്ടാലും അതെല്ലാം ഈ പ്രപഞ്ച കാരണ തത്വമായി ഈശ്വരൻ എന്ന ഭാവമാണ് എന്നുള്ള അവബോധത്തിലേക്ക് നമ്മളെ നയിക്കുക കൂടി ചെയ്യുന്നതാണ് 18 പുരാണങ്ങളും. ഒരേ ഒരാൾ തന്നെ ശിവോപാസനയെ, ശിവന്റെ കഥ പറയുമ്പോൾ ശിവോപാസന ചെയ്യൂ, ശിവന്റെ ഉപാസനയാണ് ഏറ്റവും മഹത്വം എന്ന് പറയുമ്പോൾ ആ ആള് തന്നെ വിഷ്ണു പുരാണം എഴുതിയപ്പോൾ വിഷ്ണുവിനെ ഉപാസിക്കൂ, വിഷ്ണുവിൻ്റെ ഉപാസനകളാണ് ഏറ്റവും മഹത്വം എന്ന് പറഞ്ഞു. അതേ വ്യാസൻ തന്നെ ദേവീഭാഗവതം എഴുതിയപ്പോൾ ഭഗവതിയുടെ പൂജകൾക്കാണ് ഏറ്റവും അധികം ശക്തി, ആ ഭഗവതി ഉപാസനയെ വേണ്ടതുപോലെ ചെയ്യൂ, സർവൈശ്വര്യങ്ങളും കിട്ടും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഏത് ഭാവത്തിൽ ആ ഈശ്വരനെ കാണുന്നുവോ ആ ഭാവത്തിൽ കാണുമ്പോൾ ഏതേത് ഉപാസനകൾ നിങ്ങൾ ചെയ്യണം, അതിനെ വേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവും എന്നാണ് വ്യാസൻ ഈ വ്യത്യസ്തമായിരിക്കുന്ന ദേവതാസങ്കല്പങ്ങളിലെ പുരാണ അനുഷ്ഠാനങ്ങളെയൊക്കെ വർണ്ണിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മുറജപം ചൊല്ലുന്നതിന് മുമ്പ്, ഋഗ്വേദം ചൊല്ലാൻ തുടങ്ങുമ്പോൾ, ഋഗ്വേദ ജപം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ജപിക്കുന്ന ആളുകൾ ഋഗ്വേദത്തിലെ തന്നെ ചില സൂക്തങ്ങളെ കൊണ്ട് ഇഷ്ടദേവതകളെ നമസ്കരിക്കും. വിഷ്ണോറിയത് പരമം പദം എന്ന സൂക്തം കൊണ്ട് വിഷ്ണുവിനെ നമസ്കരിക്കും, അതുപോലെ ശ്രീരുദ്രനെ നമസ്കരിക്കും, ഭഗവതിയെ നമസ്കരിക്കും, ഇങ്ങനെ ഋഷി പരമ്പരകളെ നമസ്കരിക്കും, ഗുരുക്കന്മാരെ നമസ്കരിക്കും, ശതതാര സമുക്ഷിതം എന്നിങ്ങനെ ഗുരു പരമ്പരകളിലൂടെ ഉണർന്നൊഴുകിയ ജ്ഞാന പാരമ്പര്യത്തെ നമസ്കരിക്കും. അക്കൂട്ടത്തിൽ അവർ വ്യാസനെയും നമസ്കരിക്കും. വേദവാദസ്യ വർത്തനി മുരോ ഋഷ്വസ്യ ബൃഹത വേദായേ അധ്യാസതേ എന്നാണ് അവിടെ വ്യാസനെ നമസ്കരിക്കുന്ന ഋക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? പ്രപഞ്ചത്തിൽ മുഴുവൻ വേദത്തിലുള്ളതായ സാരങ്ങളെ, തത്വങ്ങളെ പ്രകാശിപ്പിച്ച വേദവ്യാസനെയാണ് അവിടെ നമസ്കരിക്കുന്നത്. അപ്പൊ വ്യാസൻ പുരാണങ്ങളിലൂടെ ചെയ്തത് എന്താ? വേദത്തിലെ ആശയങ്ങളെ പ്രകാശമാനമാക്കി. പ്രകാശം എന്നത് അഗ്നിതത്വമാണ്. അഗ്നിപുരാണം ഏത് ദർശന പ്രകാരമാണ് ഈ കഥകളെയൊക്കെ പറഞ്ഞത്? എല്ലാ പുരാണങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക പ്രപഞ്ച സൃഷ്ടി, ബ്രഹ്മാവ് താമരയിൽ ജനിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭൂമനുവിൻ്റെയും ശതരൂപയുടെയും കഥ, നേരത്തെ പറഞ്ഞതായി ഉത്താനപാദന്റെ വംശപരമ്പരയുടെ കഥ, പ്രിയവ്രതന്റെ വംശപരമ്പര, ദേവകൂതി, ആകൂതി, പ്രസൂതി എന്ന 3 പെൺകുട്ടികളുടെ വംശപരമ്പര, പ്രസൂതിയുടെ വംശപരമ്പര പറയുമ്പോൾ ദക്ഷ പ്രജാപതിയുടെ കഥ, ദക്ഷ പ്രജാപതിയുടെ വംശപരമ്പര പറയുമ്പോൾ സതീദേവിയുടെ കഥ പറയുമ്പോൾ ദക്ഷയാഗം കഥ. ദക്ഷയാഗം കഥ പറയാതെ ഒരു പുരാണവും പോകുന്നില്ല. ബ്രഹ്മാവിൻ്റെ കഥയില്ലാതെ ഒരു പുരാണവുമില്ല. ഇപ്പൊ ദക്ഷയാഗം കഥ പറഞ്ഞു കഴിഞ്ഞാലോ ആ ദക്ഷയാഗത്തിന്റെ അടുത്ത ഘട്ടം സതീദേവിയുടെ പുനർജന്മമായ ഹിമവാന്റെ കഥ സൂചിപ്പിക്കും. ചിലതിൽ വിസ്തരിച്ച് പറയും. ശിവപുരാണത്തിൽ പാർവതി ശിവ വിവാഹം വരെയുള്ള കഥകൾ വിസ്തരിച്ച് പറയുന്നു. മറ്റു ചില പുരാണങ്ങൾ എടുക്കുമ്പോൾ വിവാഹത്തിന് ശേഷമുള്ള കഥയും പറയാൻ തുടങ്ങുന്നു. സ്കന്ദപുരാണം എടുത്താൽ ശിവപാർവതിമാർക്ക് ജനിക്കുന്നതായ പുത്രനായ കാർത്തികേയന്റെ കഥ പറയുന്നു. കാർത്തികേയന്റെ കഥ സ്കന്ദപുരാണത്തിൽ മാത്രമല്ല മഹാഭാരതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള കഥയാണ്. താരകാസുരവധം. വായുപുരാണത്തിൽ പറയുന്നു 12 മഹായുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ 12 മഹായുദ്ധങ്ങളിൽ ഒരു യുദ്ധം കാർത്തികേയൻ നയിച്ച യുദ്ധമാണ്, താരകാസുര യുദ്ധം, വിപ്രജിത്തിയെ വധിക്കുന്ന യുദ്ധം. ഇതേപോലെ ഈശ്വരീയമായിരിക്കുന്ന കഥകൾ പറയുമ്പോൾ ആവർത്തിച്ച് പുരാണങ്ങൾ, എല്ലാ പുരാണങ്ങളും ഒരുപോലെ വർണ്ണിക്കുന്ന കഥകൾ. ദക്ഷയാഗം കഥ, അത് കഴിഞ്ഞാൽ അമൃതമഥനം. അമൃതമഥനം കഥയിൽ ഇല്ലെങ്കിൽ പിന്നെ പുരാണങ്ങളില്ല.
കാരണം മഥനം നടന്നത് കൊണ്ടാണ് ഉച്ചൈശ്രവസ് ഉണ്ടായത്, ഐരാവതം ഉണ്ടായത്. ഉച്ചൈശ്രവസ് ഐരാവതം മാത്രമാണോ? ആ മഹത്തരമായിരിക്കുന്ന അമൃതത്തിൻ്റെ ആ ഉള്ളിൽ നിന്നാണ് സാക്ഷാൽ ലക്ഷ്മി ദേവി ആവിർഭവിച്ചത്. രാജ്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, വീര്യലക്ഷ്മി, വിജയലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, സന്താനലക്ഷ്മി, വേദലക്ഷ്മി, ഗൃഹലക്ഷ്മി, വിദ്യാലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി, മഹാലക്ഷ്മി, ഇങ്ങനെയുള്ള ലക്ഷ്മി തത്വങ്ങളായി ലോകമെങ്ങും വ്യാപരിച്ചത്. ഈ ലക്ഷ്മി തത്വങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന കഥയായി മാറുമ്പോൾ അതൊരു പക്ഷേ ബ്രഹ്മവൈവർത്ത പുരാണമായി മാറാം. അതേപോലെ തന്നെ മാർക്കണ്ഡേയ പുരാണം, ഇങ്ങനെയുള്ള പുരാണങ്ങളിലൊക്കെ ഭഗവതിയുടെ വിവിധങ്ങളായിരിക്കുന്ന ഭാവങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ഈ ദക്ഷയാഗം കഥയും അമൃതമഥനവും പോലെ തന്നെ എല്ലാ പുരാണങ്ങളിലും വിശദമായി പറയുന്ന മറ്റൊരു കഥയാണ് വൃത്രാസുര ചരിതം. ആ വൃത്രാസുര ചരിതത്തിൻ്റെ തുടർച്ചയായി പറയുന്ന, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള കഥയായോ പിന്നീട് ഓർമ്മിക്കുന്ന കഥയായോ വിവരിക്കുന്നതാണ് മരുത്തുക്കളുടെ ഉൽപ്പത്തി. അതുകൂടാതെ വംശചരിതം പറയുമ്പോൾ സുകന്യാചരിതം മിക്ക പുരാണങ്ങളിലും വർണ്ണിക്കുന്നുണ്ട്. ച്യവനന്റെ കഥ, വസിഷ്ഠന്റെ കഥ, വിശ്വാമിത്രന്റെ കഥ, ഇക്ഷ്വാകു വംശത്തിന്റെ ചരിത്രം, വികുക്ഷി, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷൻ, ശര്യാദി, നഭകൻ, നാഭാകൻ, അംബരീഷൻ, ഇവരുടെയൊക്കെ കഥകൾ, ഇതൊക്കെ എല്ലാ പുരാണത്തിലും വർണ്ണിക്കുന്നു. ക്രമത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ പുരാണം ഈ കഥ പറയുമ്പോൾ ചില പ്രത്യേക ദർശനങ്ങളെ സൂചിപ്പിക്കാനാണ് പറയുന്നതെങ്കിൽ ആ ദർശനം എന്താണെന്ന് മനസ്സിലാക്കാൻ ആ പുരാണത്തിൻ്റെ പേര് ഏത് ദർശനത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അഗ്നിപുരാണം എന്താ പേര് പുരാണത്തിൻ്റെ? അഗ്നിപുരാണം. അഗ്നി ഏത് ദർശനമാണ്? അഗ്നിമീളേ പുരോഹിതം, ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അഗ്നി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവാണ്. വിളക്ക് 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 വിളക്ക്, ദീപം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചം വരുമോ? ഇല്ല. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പറച്ചിലല്ല, പിന്നെ എന്താ? വിളക്ക് കൊളുത്തണം, അപ്പോഴേ അവിടെ പ്രകാശം ഉണ്ടാവും. ഈ കൊളുത്തുക എന്ന് പറയുന്ന പ്രക്രിയ എന്താ? ഒരു ക്രിയയാണ്. ആ ക്രിയയില്ലാതെ ജ്ഞാനാനുഭവം ഉണ്ടാവുകയില്ല എന്ന വ്യക്തമായ തത്വദർശനത്തെയാണ് അഗ്നിപുരാണം അവതരിപ്പിക്കുന്നത്. അപ്പൊ ക്രിയായോഗമാണ് അഗ്നിപുരാണത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് അറിവ് അനുഭവമാകുന്നില്ലെങ്കിൽ അത് അറിവേ അല്ല എന്നാണ് അഗ്നിപുരാണം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് അഗ്നിപുരാണം പറയുന്നു, ഏകശബ്ദ സമ്യജ്ഞാത സുപ്രയുക്ത സ്വർഗേ ലോകേ കാമധുഗ്ഭവതി. വേദത്തിലെ ഒരു യുക്തിയാണ്. ഒരു വാക്ക് അത് വേണ്ടതുപോലെ വേണ്ട സമയത്ത് നന്നായി അറിഞ്ഞ് പ്രയോഗിച്ചാൽ ആ ഒരു വാക്കുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലോകത്തിലെ സർവകാമങ്ങളെയും കറന്നെടുക്കാം എന്നാണ് യുക്തി. അപ്പൊ വാക്കിന്റെ ശക്തിയാണ് പറയുന്നത്. വാക്ക് എങ്ങനെയാ ശക്തിയുള്ളതായി തീരുന്നത്? നിങ്ങൾ പറയുന്ന വാക്ക് ചുറ്റുപാടുകളെ സ്വാധീനിക്കുമ്പോൾ. നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ആ സ്വാധീനം എങ്ങനെയുള്ളതാണ് എന്നതിന് പ്രസക്തിയുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടാവണം. ആ സ്വാധീനം എങ്ങനെയുള്ളതാവണം? നല്ലതിലേക്ക് വേണ്ടിയാവണം. നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് മറ്റൊരാൾ കരഞ്ഞാൽ ആ കരച്ചിൽ കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് ദുരിതം മാത്രമാണ്. നമ്മുടെ വാക്കുകൊണ്ട് മറ്റൊരാളുടെ ഉള്ളിൽ സന്തോഷത്തെ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് കാമധേനുവാണ്. കാരണം നമുക്കും ആ സന്തോഷത്തിൻ്റെ പുണ്യങ്ങൾ ലഭിക്കുന്നു. ഇതാണ് ക്രിയായോഗത്തിൻ്റെ സിദ്ധാന്തവും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് ഭാവനയോടെ ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, അതിനനുസരിച്ച് ആ ക്രിയകൾക്കുള്ള ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ക്രിയയെ വേദവ്യാസൻ പൊതുവായി എല്ലാ പുരാണങ്ങളുടെയും അടിസ്ഥാന തത്വമായി സ്വീകരിച്ചു. എന്താ പറഞ്ഞത് വേദവ്യാസൻ? അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം. 18 പുരാണങ്ങളിലും വ്യാസൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. പരോപകാര പുണ്യായ പാപായ പരപീഡനം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ അതിനെ പുണ്യമെന്ന് വിളിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ, ദ്രോഹം ചെയ്താൽ,
അതിനെ പാപമെന്ന് വിളിക്കുന്നു. എത്ര ലളിതമാണ് പുരാണത്തിൻ്റെ സന്ദേശം. അപ്പോൾ ഈ ക്രിയായോഗത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി പുരാണം ക്രിയായോഗത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചത് ധർമ്മത്തെയാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? അഹിംസ, സത്യം, അസ്തേയം. നമ്മൾ പകല് അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞതാണ്. എങ്കിലും ഞാൻ ചുരുക്കി പറയാം. സത്യത്തോട് ചേർന്ന് നിൽക്കുക. വാക്ക്, ബുദ്ധി, ചിന്ത, വിചാരം. സത്യത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ സത്യം എന്താണ്? അനശ്വരമായത് എന്തോ അതാണ് സത്യം. എന്താ അനശ്വരമായത്? സൂര്യൻ, ചന്ദ്രൻ മുതലായിരിക്കുന്നതായി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചലനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന യാതൊരു ശക്തി ചൈതന്യമുണ്ടോ അത് അനശ്വരം. ആ ശക്തിയുടെ നിയന്ത്രണത്തിൽ ഈ പ്രകൃതി ഇങ്ങനെയൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ താളം നിലനിൽക്കുന്നു. ആ താളത്തെയാണ് സംസ്കൃതത്തിൽ ഋതം എന്ന് വിളിക്കുന്നത്. ആ ഋതം എന്ന വാക്കാണ് സത്യം എന്ന തത്വം. ഋതം ച സത്യം ച. അതുകൊണ്ടാണ് ഋഗ്വേദം എന്ന് പറയാൻ കാരണം. ഈ ഋതം, ഈ സത്യത്തെക്കുറിച്ചുള്ള അറിവാണ് ഋഗ്വേദം. അപ്പൊ യജുർവേദമോ? യജിക്കുക എന്ന ക്രിയയെക്കുറിച്ചുള്ള അറിവാണ് യജുർവേദം. അപ്പൊ സാമവേദമോ? സാമം എന്ന് പറഞ്ഞാൽ സ്വരങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ശബ്ദരൂപഭാവങ്ങളെക്കുറിച്ച്, ശബ്ദത്തിൻ്റെതായിരിക്കുന്ന സാന്നിധ്യത്തെക്കുറിച്ചുള്ള അറിവുകളാണ്. അതുകൊണ്ടാണ് സാമവേദത്തിൽ നിന്ന് സംഗീതമുണ്ടായി എന്ന് പറയുന്നു. യജുർവേദത്തിൽ നിന്ന് നാട്യശാസ്ത്രമുണ്ടായി എന്ന് പറയുന്നു. ഋഗ്വേദം അഭിനയപ്രധാനമാണ്, ഭാവപ്രധാനമാണ്. ഋഗ്വേദം ഗദ്യരൂപമാണ്, ഋഗ്വേദം പദ്യരൂപമാണ്, യജുർവേദം ഗദ്യരൂപമാണ്, സാമവേദം ഗാനരൂപമാണ്. അപ്പൊ അഥർവം ഗദ്യ പദ്യ ഗാനമയമാണ്. അഥർവം മൂന്നുമുണ്ട്. അപ്പൊ ചില ആളുകൾ അഥർവവേദത്തിൽ നിന്നാണ് ഈ നാട്യശാസ്ത്രം, സംഗീതം മുതലായവയൊക്കെ ഉണ്ടായത് എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താ? ഈ ഗദ്യവും പദ്യവും ഗാനവും കൂടി ചേർന്നതാണ് ഈ നാട്യവും കവിതയും എല്ലാം തന്നെ. ലോകത്തിലുള്ള സകല കലകളുടെയും അടിസ്ഥാനം ഇതാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ അറിവുകളുടെയും അടിസ്ഥാന തത്വങ്ങളായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാത്മകമായിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച്, ആ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാ, ആ അനുഭവങ്ങളുമായി നമ്മൾ എങ്ങനെയാണ് സംവദിക്കുന്നത്, ആ അനുഭവങ്ങളിലൂടെ നമ്മൾ ലോകത്തോട് എങ്ങനെ സംവദിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞു തരുന്നതായ തത്വദർശനങ്ങൾ ഉൾക്കൊള്ളുന്നവയെയാണ് പുരാണങ്ങൾ എന്ന് വിളിക്കുക. അതിലെ ഈ പറയുന്ന ശബ്ദസ്പർശ രൂപരസങ്ങൾക്ക് കാരണമായിരിക്കുന്ന ചലന സിദ്ധാന്തങ്ങളെ ക്രിയായോഗത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഊർജത്തെ, ആ ശക്തിയെ അനുഭവിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരുന്ന ഒന്നാണ് അഗ്നിപുരാണം. അങ്ങനെയുള്ള അഗ്നിപുരാണത്തിൽ ധർമ്മത്തെ ഈ സത്യമായി സ്വീകരിച്ചു. മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക എന്ന അഹിംസാ ദർശനത്തെ സ്വീകരിച്ച്, മറ്റുള്ളവരുടെ കയ്യിലുള്ളത് കുബുദ്ധി ഉപയോഗിച്ചോ ബലം ഉപയോഗിച്ചോ അധികാരം ഉപയോഗിച്ചോ തട്ടിപ്പറിക്കാതിരിക്കുക എന്ന ആ മഹത്തരമായിരിക്കുന്ന ദർശനത്തെ സ്വീകരിച്ചുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളെ ധർമ്മം എന്ന് വിളിച്ചു. അപ്പോൾ കർമ്മം ധാർമ്മികമാകുന്നത് എങ്ങനെയാ? അത് ലോകോപകാരപ്രദമായി നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ. ആ ലോകോപകാരപ്രദമായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾക്ക് ക്ഷയം സംഭവിക്കുമ്പോൾ ധർമ്മം ക്ഷയിക്കും. ആ ധർമ്മക്ഷയം സംഭവിക്കുന്ന സമയത്ത് സനാതനനായിരിക്കുന്ന സാക്ഷാൽ നാരായണമൂർത്തി അനന്തങ്ങളായിരിക്കുന്ന അവതാരങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെ വിശദീകരിക്കാൻ തുടങ്ങുകയാണ് അഗ്നിപുരാണം. അപ്പോൾ മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ബലരാമ, ശ്രീരാമ, ശ്രീകൃഷ്ണ, കൽക്കിയാദ്യ അവതാരങ്ങൾ. മത്സ്യാവതാരം മുതലങ്ങോട്ട് തുടങ്ങും. ഈ അവതാര കഥകൾ അഗ്നിപുരാണം ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ അധ്യായവും ഓരോ അവതാര കഥകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ 10 അധ്യായങ്ങളെ കൊണ്ട് 10 അവതാരവും പറഞ്ഞു. പക്ഷെ 10ാമത്തെ അവതാരം, കൽക്കി അവതാരം പറഞ്ഞ കൂട്ടത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു മായാവതാരത്തെ കൂടി പറയുന്നുണ്ട്. ഞാൻ ഈ അവതാര കഥകൾ ഇപ്പോൾ വിസ്തരിക്കാത്തതിന് കാരണം ഇനി വായുപുരാണം വരും. വായുപുരാണം വരുമ്പോൾ, വായുപുരാണം നമ്മളിപ്പോൾ നാളെ പകല് പറയുമല്ലോ, വായുപുരാണത്തിൽ ഈ അവതാരങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അത് പറയുന്ന സമയത്ത്
നമുക്ക് ഈ അവതാര ദർശനങ്ങളെ കുറിച്ച് പ്രത്യേകമായി ഒന്ന് മനനം ചെയ്യാം. അത് മനനം ചെയ്യണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് 18 പുരാണങ്ങളിലും ഈ 10 അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ 18 പുരാണങ്ങളിലും ഏതേത് സന്ദർഭത്തിൽ ഏതൊക്കെ വിധത്തിൽ ഈ അവതാരങ്ങളെ പറയുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഒരു രസകരമായിരിക്കുന്നതായ ഒരു ചിന്തയാണ്. അത് രസകരം എന്ന് ഞാൻ പറയാൻ കാരണം നമുക്കത് ഇത്തിരി ആസ്വാദനം കൂടും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കഥകളെ തന്നെ പല പുരാണങ്ങളിൽ പല കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ദക്ഷയാഗം കഥ ശിവപുരാണത്തിൽ പറയുന്നത് ശിവന്റെ മഹിമയെ പറയാനാണെങ്കിൽ അതേ ദക്ഷയാഗം കഥ ദേവി ഭാഗവതത്തിൽ പറയുന്നത് 108 ശക്തിപീഠങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പറയാനാണ്. അതേ ദക്ഷയാഗം കഥ ശ്രീമദ് ഭാഗവതത്തിൽ വരുമ്പോൾ കഥയൊക്കെ ഒന്ന് തന്നെ, പക്ഷെ അവിടെ ആശയം മാറി. മൂർത്തികളിൽ ഭേദബുദ്ധി കാണിച്ചാൽ ഇതുപോലെ ദക്ഷനെ പോലെ അധപ്പതിക്കേണ്ടി വരും എന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ് ഭാഗവതത്തിൽ ദക്ഷയാഗം കഥ പറഞ്ഞത്. അതേ ദക്ഷയാഗം കഥ വായുപുരാണത്തിൽ വരുമ്പോഴോ കഥ മാറി, ആശയം മാറി. കഥയൊക്കെ ഒന്ന് തന്നെ, പക്ഷെ കഥയുടെ പറച്ചിലിന്റെ രീതി മാറുന്നു. വായുപുരാണം നമുക്ക് സംവദിച്ചു തരുന്നത് ദക്ഷയാഗത്തിൽ സതീദേവി ദഹിക്കാനിടയായ ആ യാഗത്തിൽ ദേവന്മാര് സംബന്ധിച്ചപ്പോൾ ആ ദേവന്മാര് ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി എന്ന് ദേവന്മാരെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ളതായ ഉപദേശങ്ങൾ. അതിനുശേഷം സതീദേവി ദേഹം തിരിച്ചതിന് ശേഷം ആ യാഗത്തെ മുട്ടിക്കാൻ വേണ്ടി ഭഗവാൻ എടുത്ത കോപരൂപത്തെ പറഞ്ഞ് ദക്ഷിണാമൂർത്തി അവതാരമായി ഭഗവാൻ മാറിയ, പ്രകൃതിയിലേക്ക് വിലയം ചെയ്ത് ഇരുന്നതായ ഭഗവാന്റെ കഥ പറഞ്ഞ് സാഖ്യയോഗ സിദ്ധാന്തങ്ങളെ നമുക്ക് പറഞ്ഞു തരാനാണ് ദക്ഷയാഗം കഥ വായുപുരാണത്തിൽ പറയുന്നത്. അഗ്നിപുരാണത്തിലാകട്ടെ യാഗം എന്ന ക്രിയ, അഗ്നി എന്നത് ക്രിയാതത്വത്തെ ബോധിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. യാഗം എന്ന് പറയുന്നതായ ക്രിയ, യജ്ഞം എന്ന് പറയുന്നതായ ക്രിയ, അത് നിസ്വാർത്ഥമാവണം. സ്വാർത്ഥമായി കഴിഞ്ഞാൽ അത് അധർമ്മമായി തീരും, അത് ലോകത്തിന് വിനാശം വിതയ്ക്കും എന്ന തത്വത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ അതിൻ്റെ ചില കഥാസന്ദർഭങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് യാഗവിധാനം നമുക്ക് പറഞ്ഞു തരികയാണ് അഗ്നിപുരാണം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 10 അവതാര കഥകളും വർണ്ണിക്കുന്നുണ്ട് അഗ്നിപുരാണത്തിൽ. ആ കഥകളെയൊക്കെ ഇനി നമുക്ക് വായുപുരാണത്തിലും കാണാം. ഇനി തുടർന്ന് വൈകുന്നേരങ്ങളിൽ മനനം ചെയ്യുന്ന മറ്റ് പുരാണങ്ങളുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ഈ 2 പുരാണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മനനം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പുരാണം മുഴുവനൊന്നും പറയൽ നടക്കില്ല എന്ന് നിങ്ങൾക്കറിയാം, ഇല്ലേ? ഇല്ലേ? പിന്നെ എന്തിനാണ് പുരാണങ്ങളെ മനനം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ കൂടി നമ്മൾ ഇത്ര കാലം കേട്ടില്ലേ, നമുക്ക് അഭിമാനത്തോടു കൂടി ഇവിടെ വരുന്ന ആളുകളോട് പറയാമല്ലോ. എന്ത്? 18 പുരാണങ്ങളും ഞങ്ങള് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്, അതിൽ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ആ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മളെ സ്വാധീനിച്ചത് ഭൗതികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ആത്മീയമായി നമ്മളെ എത്ര സ്വാധീനിച്ചു എന്ന് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഈശ്വരീയമായ ഒരു അനുഗ്രഹമാണത്. നമുക്ക് ചിലപ്പോൾ ബുദ്ധി കൊണ്ട് ഒന്നും ഓർത്തെടുത്ത് പറയാൻ പറ്റി എന്നൊന്നും വരില്ല, അല്ലേ? അങ്ങനെ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നവരായിരുന്നുവെങ്കിൽ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടിരുത്തില്ലല്ലോ, അല്ലേ? അപ്പൊ ഇതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ കൃത്യമായിരിക്കുന്ന ആശയങ്ങളെ ആവുന്നത്ര ഉൾക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാതെ ജീവിതത്തിൻ്റെ ഒരുപാട് തിരക്കുകളുമായി ഓടി നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ പുരാണങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച് അതിന് ഉപാസന പോലെ സ്വീകരിക്കാൻ സമയമില്ല. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ ഈശ്വരീയമായിരിക്കുന്ന നിയോഗം കൊണ്ട് കുട്ടിക്കാലം മുതലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാവാൻ വേണ്ടി ഉപദേശിക്കുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത കാരണന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവിടെയും ഇവിടെയും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി പറ്റാവുന്ന വിധത്തിൽ ഇത് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാണം മുഴുവൻ പറഞ്ഞു എന്ന് അവകാശപ്പെടാൻ ഇപ്പോഴും സാധിക്കില്ല. സാധിക്കുമോ? നമുക്ക് അവകാശപ്പെടാൻ കഴിയുക പുരാണങ്ങളിലെ എല്ലാ അധ്യായവും വേണ്ട വിധത്തിൽ വായിച്ച് സമർപ്പിച്ചു. അതിലെ ആശയങ്ങളോ അറിഞ്ഞതുപോലെ കുംഭിക്കൊരു കുംഭിത്തടത്തിൻ പാകത്തിൽ തുമ്പിക്കൊരു തുമ്പിക്കുടത്തിൻ പാകത്തിൽ
ആവുന്നത്ര ഉൾക്കൊള്ളാവുന്നത് പകർന്നു തരാൻ ശ്രമിച്ചു. പകർന്നതെത്ര, സ്വീകരിച്ചതെത്ര, അതിലെത്ര തങ്ങി നിന്നു ഒന്നും നമുക്കറിയില്ല. അകത്തിരിക്കുന്ന ആൾക്ക് മാത്രമേ അത് വ്യക്തമായിട്ടറിയൂ. അപ്പം ആകത്തുക നമുക്കൊരു തീർത്ഥാടനം അല്ലേ? സമയമില്ലാത്ത സമയത്ത് നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നത് എങ്ങനെയാ? ആടിപ്പാടി സ്വയം അവനവൻ്റെ ഇഷ്ടത്തിന് വരിക പോവുക, അങ്ങനെയല്ലല്ലോ. കൃത്യമായൊരു സമയം നിശ്ചയിച്ച് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെത്തുമ്പോൾ അതിവേഗത്തിൽ അവിടെ കയറി തൊഴുത് അതിവേഗത്തിൽ പുറത്തിറങ്ങി എന്തെങ്കിലും വഴിപാടുകളുടെ പെട്ടെന്ന് റെസീറ്റാക്കി വേഗം അടുത്ത സ്ഥലത്തേക്ക് ഓടണം അല്ലേ? അപ്പം അതാണ് പെട്ടെന്ന് ദിവസങ്ങൾ അധികമില്ലാത്തതായ ചില തീർത്ഥാടനത്തിൻ്റെ രീതി. അതേപോലെ നമ്മൾ ഈ പുരാണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കാരണം വിസ്തരിച്ച് നമ്മളെല്ലാം ഓരോ വർഷം ഓരോ പുരാണം വെച്ച് നമ്മൾ അതിൻ്റെ അനുഷ്ഠാനപരതയോടുകൂടി ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചെയ്ത പുരാണങ്ങളെയൊക്കെ കിട്ടുന്ന ഒരു അവസരം, അതിലെ കഥകൾ, ഏതൊക്കെ കഥകൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം എന്നതിനെക്കുറിച്ച് ഒരു അവബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരത്ത് ഈ പുരാണ മനനം നടക്കുന്നത്. അപ്പോൾ ഈ അവതാര കഥകളൊക്കെ ഇനിയും വരും. അപ്പം അഗ്നിപുരാണം, അഗ്നി എന്ന തത്വം ക്രിയായോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായതുകൊണ്ട് ഈ അവതാര കഥകളെ മുഴുവൻ ക്രിയായോഗവുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ ചെയ്യുക, യാഗം ചെയ്യുക എന്നത് മാത്രമല്ല ക്രിയായോഗം. മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്ത്, പ്രവർത്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ത്, എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ക്രിയായോഗം. അപ്പോൾ ആചാരമര്യാദകളെല്ലാം അതിൽപ്പെടുന്നു. അങ്ങനെ ആചാരമര്യാദകളൊക്കെ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സൃഷ്ടിയാദി കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ചതിന് ശേഷം നമുക്ക് ദൈനംദിനം ചെയ്യേണ്ടതായ ആചാരമര്യാദകളെക്കുറിച്ച് വർണ്ണിച്ചു തരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായും സൂര്യാരാധനയുടെ മഹത്വം പറഞ്ഞു തരുന്നു. സൂര്യനെ ആദിത്യനായി തന്നെ കാണുന്നു. കർമ്മസാക്ഷിയാണ് സൂര്യദേവൻ. അഗ്നിയുടെ പ്രതിരൂപമാണ് സൂര്യദേവൻ. സൂര്യനാണ് എപ്പോഴും പ്രത്യക്ഷമായിരിക്കുന്ന അഗ്നിതത്വം അല്ലേ? എപ്പോഴും ലോകത്തിൽ മുഴുവൻ അഗ്നി ജ്വലിക്കാൻ തന്നെ കാരണമായിരിക്കുന്ന സൂര്യദേവനാണ്. ആ ആദിത്യമൂർത്തിയെ ആണ് ആദ്യം അഗ്നിയായി അറിഞ്ഞത്. ചൂടും വെളിച്ചവും നമ്മൾ ആദ്യം അറിഞ്ഞത് ആരിൽ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. അതുകൊണ്ട് ആദ്യത്തെ അഗ്നി സൂര്യൻ തന്നെയാണ്. ആ സൂര്യനെ ആരാധിക്കേണ്ട വിധാനത്തെക്കുറിച്ചൊക്കെ അഗ്നിപുരാണം പറഞ്ഞു തരികയാണ്. ഈ അഗ്നിപുരാണത്തിൽ സൂര്യനെ ആരാധിക്കുക എന്ന ആ പ്രക്രിയയുടെ തുടർച്ചയായി സൂര്യനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അഗ്നി ഉണർത്തി ചെയ്യേണ്ട ക്രിയാംഗങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു തരുന്നു. ഇതൊക്കെ പറയുന്നത് അഗ്നി അങ്കിരസിന് ഉപദേശിച്ചു കൊടുത്ത രീതിയിലാണ്. പിന്നീട് അത് വസിഷ്ഠ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. വസിഷ്ഠ മഹർഷി പിന്നീട് അത് തൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരകളിലൂടെ പ്രചരിപ്പിച്ചു. അതാണ് സൂതൻ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പുരാണ രൂപത്തിൽ നമുക്ക് വിശദമാക്കി തരുന്നത്. അങ്ങനെയുള്ള ഈ അഗ്നിപുരാണത്തിൽ ദശാവതാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരേ ഒരു കാര്യം, 10ാമത്തെ അവതാരമായി കൽക്കി അവതാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അവതാരത്തിന് ശേഷം കലികാലത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു മായാവതാരം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈ മായാവതാരം ഉണ്ടായത് വൈദിക ധർമ്മത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ആ വൈദിക കർമ്മങ്ങളിലൂടെ ആഭിചാരം ചെയ്യാൻ തുടങ്ങി അസുരന്മാർ അല്ലേ? കത്തി കൂട്ടാങ്കഷം നുറുക്കാനും ഉപയോഗിക്കാം, മറ്റുള്ളവരുടെ പള്ളയ്ക്ക് കയറ്റാനും ഉപയോഗിക്കാം എന്ന് പറയുന്നത് പോലെ ഏത് അറിവുകളും തെറ്റായും ഉപയോഗിക്കാം, നേരായും ഉപയോഗിക്കാം. അപ്പം അറിവിനെ തെറ്റായി ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്നപ്പോൾ അവരെ ആ വേദമാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു മായാവതാരമെടുത്ത് ഈ ദേവന്മാരുടെ ഇച്ഛ അനുസരിച്ച് ഈ അസുരന്മാർക്കരികിലെത്തി അവർക്ക് മായാഭ്രമം ഉണ്ടാക്കുന്ന വിധത്തിൽ തത്വോപദേശം ചെയ്തു കൊടുക്കുകയും അവരെ അപ്പാടെ വൈദിക ധർമ്മത്തിൽ നിന്ന് ബഹിഷ്കരിക്കുകയും വേദധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നൊരു കഥ പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ അവതാര കഥയായി അത് പറഞ്ഞപ്പോൾ മായാവതാരം ഉണ്ടാകും കാലാന്തരത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വ്യാഖ്യാതകളൊക്കെ എഴുതി ഈ മായാവതാരം എന്ന് പറയുന്നത് ബുദ്ധനാണ്. ബുദ്ധൻ എന്ന ആ ഒരു അവതാരത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല. അഥവാ പുരാണങ്ങൾ ബുദ്ധൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നതായ
വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തപസ്സിരുന്ന് ബോധി വൃക്ഷമായി ആ വൃക്ഷത്തെ മാറ്റുകയും സ്വയം ബോധോദയം ഉണ്ടായി ലോകത്തിന് ബോധം കൊടുക്കാൻ വേണ്ടി സർവസംഘപരിത്യാഗിയായി സഞ്ചരിച്ച ആ ലോകത്തിൻ്റെ മുഴുവൻ ശൂന്യതാവാദത്തിൻ്റെ ഗുരുവായിരിക്കുന്ന ബുദ്ധനല്ല. ഒരിക്കലും പുരാണങ്ങളിൽ ബുദ്ധപദം അനവധി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ബുദ്ധൻ എന്ന പദം പോലും സംസ്കൃത ഭാഷയുടെ സംഭാവനയാണ്. അശ്വഘോഷനെ പോലെയുള്ള മഹാകവികൾ തങ്ങളുടെ കൃതികളിൽ ബുദ്ധ കാലഘട്ടത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളായതുകൊണ്ട് ബുദ്ധനെ ഈശ്വരനായി കണ്ടുകൊണ്ട് എഴുതിയ കാവ്യങ്ങളിൽ അവരൊക്കെ ബുദ്ധപദം ഈ ഗുരുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, ബോധമുണർന്നവൻ എന്നർത്ഥത്തിൽ. അതേ അർത്ഥത്തിൽ ആണ് പുരാണങ്ങളിൽ ബുദ്ധപദം ഉപയോഗിച്ചത്. പക്ഷെ അതൊരിക്കലും ഈ ഗൗതമ ബുദ്ധനെ ഉദ്ദേശിച്ചല്ല. യുക്തി വിചാരം കൊണ്ട് ലോകത്തിന് ആത്മതത്വത്തെ പകർന്നു കൊടുക്കുന്ന ഗുരു ഉണ്ടായി വരും, ഗുരുഭാവം ഉണ്ടായി വരും എന്ന അർത്ഥത്തിലാണ് പുരാണങ്ങൾ ബുദ്ധപദം ഉപയോഗിച്ചത്. അതിനെ ഇവിടെ വ്യാഖ്യാതാക്കളാണ് തെറ്റായ ചരിത്രങ്ങളായി വ്യാഖ്യാനിക്കുകയും അതിനെ ബുദ്ധാവതാരത്തെക്കുറിച്ച് പുരാണങ്ങൾ പറയുന്നു. ഭാഗവതത്തിൽ ബുദ്ധൻ്റെ 10ാമത്തെ അവതാരം ബുദ്ധനാണ് വിഷ്ണുവിൻ്റെ അവതാരം എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അഥവാ ബുദ്ധപദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധപദം ഒരിക്കലും ഈ ഗൗതമ ബുദ്ധനെയല്ല. പകരം വേണമെങ്കിൽ ഗൗതമൻ എന്ന പദം പോലും ഈ ബുദ്ധമതക്കാർ ഈ പുരാണങ്ങളിൽ നിന്ന് സ്വീകരിച്ചതാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഗൗതമൻ ന്യായശാസ്ത്രത്തിൻ്റെ വക്താവാണ്. ബുദ്ധമതം പ്രചരിച്ചതോ ന്യായശാസ്ത്രത്തിലൂടെയാണ്. കാരണം അക്കാലഘട്ടത്തിൽ എല്ലാ ശാസ്ത്രങ്ങളെയും വാദിച്ച് തോൽപ്പിച്ചിരുന്നവരാണ് ന്യായവാദികൾ, താർക്കിക ബുദ്ധിയുള്ളവർ. ഈ തർക്കശാസ്ത്രമോ യഥാർത്ഥത്തിൽ സാഖ്യശാസ്ത്രത്തിൻ്റെ ആ ഒരു ശാഖയാണ് എന്നുകൂടി പറയേണ്ടി വരും. അപ്പോൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിലെ ദർശനങ്ങളുടെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അവതരണങ്ങളാണ് പുരാണങ്ങളിൽ കാണാൻ സാധിക്കുക. അതിൽ നിരീശ്വരവാദവും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിരീശ്വരവാദത്തെ ശ്രേഷ്ഠമായിട്ടല്ല പുരാണം അവതരിപ്പിച്ചിരിക്കുന്നത്. അത് തെറ്റായ ഒരു മതം തന്നെ, ഒരു ആശയം തന്നെയായി ആണ്. അത് മനുഷ്യരെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നു, ഹിംസാത്മകമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി ബോധിപ്പിച്ച് തന്നെയാണ് നിരീശ്വരവാദത്തെ പറയുന്നത്.